എന്തുകൊണ്ട് 6 years? എനിക്ക് ഏജൻസിക്കാരൊരു കോഴ്സ് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് നല്ലൊരു സംഭവമാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റത്തില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ചെറിയൊരു സിറ്റിയിലാണ് ഞാൻ വന്ന് പെട്ടത്. ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് വേറൊരു സൊല്യൂഷൻ ഇല്ല. അതൊക്കെ കിട്ടിയ ഡയറക്റ്റ് ഡീപ്പോർട്ടേഷൻ വരെ കിട്ടിയേക്കാം. പിന്നെ വീട്ടുകാരോട് പറയുക ഇതാണ് സിറ്റുവേഷൻ. എല്ലാവർക്കും വളരാനും ഗ്രോ ചെയ്യാനും ഉള്ള എക്സ്പോഷറുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോലിയൊന്നും നോക്കിയേ ഇല്ല. പേഴ്സണലി ഞാനിത് പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാടെടുത്ത്. മകനെ മടങ്ങി വരൂ എന്ന ബേസിൽ ജോസഫിൻ്റെ ഒറ്റ കമൻറ്റോടി കാനഡയിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക് വന്നേക്കുന്ന ഒരാളാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. വേറെ ആരുമല്ല, ഇത് നമ്മുടെ മോട്ടി ലാലാണ്. മോട്ടി ലാൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കനേഡിയൻ കണ്ടൻറ് ക്രിയേറ്ററാണ്. ഇത് പോരാതെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മലയാളി 360 എന്ന് പറയുന്ന ഒരു വലിയൊരു വെഞ്ചറിൻ്റെ ഫൗണ്ടറാണ്. ആൻഡ് ഹീസ് ഓൾസോ വർക്കിംഗ് ആസ് എ ഫുൾ ടൈം കാർ സെയിൽസ്മാൻ, റീറ്റെയിൽ സെയിൽസ്മാൻ ഇൻ കാനഡ. സോ മോട്ടി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം മോട്ടി ടു ദ ബീയിങ് അബ്രോഡ് ഷോ. സന്തോഷം, ഒരുപാട് സന്തോഷം നമ്മൾ വിളിച്ചതിലും ഇന്ന് വരാൻ പറ്റിയതിലും. അതെ, കാരണം കുറേ നാളുകളായിട്ട് നമുക്ക് തമ്മിൽ അറിയാം. വി ഓൾ സ്റ്റാർട്ടഡ് ഏകദേശം ഒരേ ടൈമിൽ. ആക്ച്വലി നിങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടാണ് തോന്നുന്നു നമ്മൾ അങ്ങനെ പരിചയപ്പെടുന്നു, ഇടയ്ക്ക് വിളിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റിൻ്റെ കാര്യം അവിടുത്തെ കാര്യങ്ങൾ പറയും. നിങ്ങൾ അപ്പം അങ്ങനെ ഒരു ചെറിയ പരിചയമായി. പിന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടുപേരും തിരക്കായിപ്പോയി. അതെ, എന്നാലും ആ കോണ്ടാക്ട് നമ്മൾ വെച്ചു, ഇടയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അയച്ചു കൊടുക്കും. അതെ, അങ്ങനെ പറഞ്ഞു തരുമായിരുന്നു എന്നെ ഒരുപാട്. എൻ്റെ ആശാൻ എന്ന് വേണേൽ പറയാം. ഞാൻ കണ്ടന്റില് മോട്ടിയുടെ ഇത്രയും കണ്ടന്റില് കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നൊരു കാര്യം ഹൗ മച്ച് എഫേർട്ട് ഈസ് പുട്ടിങ്. ലൈക്ക് ഇത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. കാരണം ഞങ്ങൾ ആസ് എ ഇത്രയും ഒരു കണ്ടന്റ് ടീമായിട്ട് ബീയിങ് അബ്രോഡ് സ്റ്റാർട്ടപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പോലും ഒരു മന്ത്ലി നമുക്കൊരു 3-4 വീഡിയോ ഔട്ട് എടുക്കാൻ തന്നെ ഇറ്റ്സ് റിക്വേഴ്സ് ലോട്ട് ഓഫ് റിസർച്ച്. അതിന് നമ്മൾ എഫേർട്ട് ഷൂട്ട് ചെയ്യാൻ വേണം, കുറേ കാര്യങ്ങൾ വേണം. അതിൻ്റെ ഇടയ്ക്കാണ് ഒരാൾ വന്നിട്ട് ദിവസം 2-3 വീഡിയോസ് ചെയ്യുന്നത്. സോ അതും കാനഡയിൽ ഇരുന്നുണ്ട്. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന നാട്ടിലൊരാളല്ല ഇത്. കാനഡയിൽ അവിടത്തേതായിട്ട് സ്വന്തം കുക്കിംഗ് ഉണ്ട്, സ്വന്തമായിട്ട് ഈ ജോലിയുടെ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാ ഇടയിലാണ് പാത്രം കഴുകണം, തുണി കഴുകണം, വണ്ടി കഴുകണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെ, അതിൻ്റെ ഇടയ്ക്ക് ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഈസി തിങ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് മോട്ടി ലാൽ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതെ. സോ വെൽക്കം ടു ദ ബീയിങ് അബ്രോഡ് ഷോ. ഉറപ്പായിട്ടും താങ്ക് യു ഫോർ ഹാവിങ് മീ. സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പം എനിക്ക് ഏറ്റവും ഇപ്പം ബേസിൽ ജോസഫിൻ്റെ ഈ ഒരു വീഡിയോയിൽ മകനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞത് മോട്ടി വന്നു, ഇതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആണ്. ആ റീലുകളൊക്കെ കുറേ മില്യൺസും അടിച്ചു ഒരുപാട്. അതെ, പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം മോട്ടി തിരിച്ചു വരുന്നത് ആഫ്റ്റർ 6 years ആണ്. 6 വർഷം 5 മാസം. എൻ്റെ അമ്മ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം എന്തുകൊണ്ട് 6 years? എന്തുകൊണ്ട് 6 years എന്നല്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി. സാഹചര്യം കൊണ്ടാണ്. കാരണം നമ്മളാരും ഫ്ലൈറ്റേ കയറാൻ നേരത്ത്, അതായത് 2018 എൻ്റെ ഒരു മെയിൻ ഡയലോഗാണ്. 2018 ഞാൻ ഫ്ലൈറ്റേ കയറാൻ നേരത്ത് ഒരിക്കലും ഓർത്തില്ല ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. കാരണം അന്ന് എനിക്ക് 19 വയസ്സ്, 25 വയസ്സ്, മീശയും താടിയൊക്കെ മുളച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഇഷ്യൂസ്, കോവിഡ് ടൈമായി, അങ്ങനെ വർക്ക് പെർമിറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ്, PR-ൻ്റെ ഇഷ്യൂസ്, അങ്ങനെ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ ഏറ്റവും അവസാനമാക്കി മാറ്റി വെച്ചു. അവസാനം ബേസിൽ ജോസഫ് കമൻറ്റ് ചെയ്യേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചത്. അല്ല, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത് ഇത്രയും വർഷം എന്നല്ല, ഡിലേ വന്നതല്ല. അല്ല. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കാര്യം തോന്നിയത്, ഇപ്പോൾ 6 years മുമ്പ് 2018 അങ്ങനെ ഒരു അബ്രോഡ് ഭയങ്കര ട്രെൻഡൊന്നും ആയിട്ടില്ല. ഇല്ല, ആ സമയത്ത് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോൾ എന്തുകൊണ്ട് ബാച്ചിലേഴ്സ് പോലും എന്തുകൊണ്ട് കാനഡ അപ്പോൾ ചൂസ് ചെയ്തു ഫോർ ബാച്ചിലേഴ്സ്? എന്തുകൊണ്ട് കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ നോട്ട് കാനഡ? കാരണം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ ഒരു ചെറിയൊരു കൺസൾട്ടൻസിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഈ കാനഡയിലോട്ടൊക്കെ വിടുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുകയും കാനഡയിലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരന്ന് ഇൻസ്റ്റഗ്രാം അല്ല, ഫേസ്ബുക്കിൽ ഇവരൊക്കെ ആയിട്ട് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരൊക്കെ അവിടെ ചെന്നിട്ട് കാനഡയിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നു, അവിടെ ചെന്നിട്ട് ലൈഫ് സെറ്റ് ആവുന്നു. അപ്പോൾ എനിക്കൊരു 6 വർഷമായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള കമ്പനിയുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അന്ന് തൊട്ട് ഞാൻ IELTS പഠിക്കുമായിരുന്നു. ഞാനൊരു 9th 10th IELTSന് ഞാൻ ഇവരുടെ കൂടെ കോച്ചിങ്ങിനൊക്കെ പോകും. കാനഡയ്ക്ക് പോകാനൊന്നുമല്ല, ജസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു കാനഡയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 2017 ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പം നമുക്ക് എല്ലാ സിറ്റുവേഷൻസും ഒത്തുവരുന്നതും. അപ്പം എനിക്കൊരു സെക്കൻഡ് ഓപ്ഷനേ ഇല്ല.
എനിക്ക് ഓസ്ട്രേലിയ ഇല്ല, UK ഇല്ല. എൻ്റെ മനസ്സിലുള്ളത് കാനഡയാണ്. കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഓൾറെഡി കാനഡയിലുണ്ട്. അവർ പല സ്ഥലത്താണ് അത്യാവശ്യം സെറ്റിലായി. ഒരു 2015 2016 തൊട്ടുള്ള ആൾക്കാർ. ഇങ്ങനെയാണ് ഞാൻ ശരിക്കും കാനഡ തീരുമാനമെടുക്കും. സോ ഈ കാനഡ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഇനിഷ്യൽ സ്ട്രഗിൾസ് എന്തായിരുന്നു? കാരണം ബാച്ചിലേഴ്സിനാണ് പോയത്, അന്നത്തെ കാലത്ത് ഇത്ര ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. സോ ആ ഒരു സ്ട്രഗിൾ എന്തായിരുന്നു? ആദ്യത്തെ സ്ട്രഗിൾ കൾച്ചറൽ ഷോക്കാണ്. കാരണം നമുക്ക് എന്നാ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. ഇപ്പോൾ ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡഡ് ആണ്. പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല. കാരണം എനിക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പോലും ഞാൻ പഠിച്ച നല്ല സ്കൂളിലാണെങ്കിലും ഇവിടെ എല്ലാവരും മലയാളത്തിലാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ പോലും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് പുറത്ത് പോയി പബ്ലിക്കിൽ സംസാരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ടൊറൻഡോ, ലണ്ടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റീസിലൊക്കെ പോയാൽ കുറച്ചെങ്കിലും ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളികളെ കാണാം. ഞാൻ പോയ സ്ഥലത്ത് കല്ലെടുത്തെറിഞ്ഞാൽ മാത്രമല്ല വളരെ പാടായിരുന്നു അന്നൊരു മലയാളീനെ കാണാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇനീഷ്യലി നല്ല സ്ട്രഗിളായിരുന്നു. വന്ന സമയം വിൻ്ററാണ്. ആ ഒരു സമയത്ത് -40 -45 ഒക്കെ വിൻ്റർ പോയ ഒരു സമയത്താണ് ഞാൻ വരുന്നത്. അപ്പം നമ്മുടെ ബോഡി ഈ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ പാർട്ട് ടൈം ജോലിയുടെ ഒക്കെ കേൾക്കുന്ന കഴിഞ്ഞ 3 വർഷമായിട്ടായിരിക്കും ഈ സ്ട്രഗിൾ. ഞാൻ വന്ന സമയത്തും പാർട്ട് ടൈം ജോലിക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സിറ്റി എന്ന് പറയുന്നത് അതായത് ടൊറൻഡോയിൽ നിന്നും 400 കിലോമീറ്റർ അത് നിങ്ങൾ വെക്കുവാണെങ്കിൽ നിങ്ങൾ ബാരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് സഡ്ബറി വരെ ഏകദേശം 300 കിലോമീറ്റർ മൊത്തം കാടാണ്. ആ കാട് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്രാമം പോലെ ഒരു സ്ഥലമാണ് ഈ സഡ്ബറി. അപ്പോൾ ഈ സഡ്ബറിയിൽ ആൾക്കാരൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര ഇന്ത്യക്കാരെ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ജോലിയില്ല, കൊടുക്കാൻ ജോലിയില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസൊക്കെ ആയി വരുന്നൊരു സമയം. അതായത് ഇന്നും സഡ്ബറിയിൽ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് പോലും ഇല്ല. അപ്പോൾ അത്രയും ചെറിയൊരു സിറ്റിയിലാണ് ഞാൻ വന്ന് പെട്ടത്. അപ്പോൾ എനിക്കൊരു 3.5-4 മാസം എടുത്തൊരു ജോലി കിട്ടാൻ. ഇതൊക്കെയാണ് എൻ്റെ ഇനീഷ്യലായിട്ട് വന്ന സ്ട്രഗിൾസ് എന്ന് പറയുന്നത്. അതെ, ഇനിഷ്യൽ സ്ട്രഗിൾസിൽ ഫ്രണ്ട്സിനെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയോ? എന്തൊക്കെയായിരുന്നു ഒരു സോഷ്യൽ ഒരു ബീയിങ് ആണല്ലോ ഹ്യൂമൻ എന്ന് പറയുന്നത്. അതെ, അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഞാൻ വളരെ ഇൻട്രോവേർട്ടായിരുന്നു. ഞാൻ ആരോടും സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ ആ സമയത്ത് ആരുമായിട്ട് എൻ്റെ കാര്യം നോക്കി കുഴപ്പമില്ലാതെ പോന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവന് ഞാനും ഒരേ ഫ്ലൈറ്റ് വന്നു. ആനന്ദാണ് അവൻ, ഇന്നും എൻ്റെ റൂംമേറ്റാണ്, എൻ്റെ വീഡിയോസിലൊക്കെ വരുന്ന ഒരാളാണ്. അവൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു ചെറിയ ഫ്രണ്ട് സർക്കിളായി. അങ്ങനെ അത് വളർന്നു. അതായത് അത്യാവശ്യം നമുക്ക് അവിടെയുള്ള എല്ലാ മലയാളികളും തമ്മിൽ കണക്റ്റഡ് ആണ്. അന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും കോമൺ അല്ല. അന്ന് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ടാണ്. ഒരിടത്ത് ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ വിളിക്കും, മെസ്സേജ് വരും, അങ്ങനെ അറിയും, എല്ലാവരും ആ സമയത്തെത്തും. അങ്ങനെ ഒരു ചെറിയ ഫ്രണ്ട് സർക്കിൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇനീഷ്യലി എനിക്ക് 2-3 ഫ്രണ്ട്സേ ഉള്ളായിരുന്നു അവിടെ. അങ്ങനെ അപ്പം ഈ ഒരു കൾച്ചറൽ ഷോക്കിനൊപ്പം നമ്മൾ പഠിത്തം എന്ന് പറയുന്ന കാര്യം, അതായത് 12th വരെ നമ്മൾ പഠിച്ചൊരു രീതി ആയിരിക്കത്തില്ല അവിടുത്തെ. അല്ല, സോ എങ്ങനെയായിരുന്നു കോളേജിനെ ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ പഠിത്തത്തിനെ ഫേസ് ചെയ്ത്? കോളേജും വളരെ കോമഡിയാണ്. ഇത് ഇപ്പം നിങ്ങൾ ചില ഒരു എന്നാ പറയുന്നത് ഏജൻസി പറഞ്ഞ് കേട്ട് പോകുന്ന ഒരു ഇല്ലേ, ആദ്യം ഞാൻ പറഞ്ഞിരുന്നു കാനഡ വേണമെന്ന്. പക്ഷെ അവിടെ ചെന്നിട്ട് എന്ത് പഠിക്കണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ല. അപ്പോൾ എനിക്ക് ഏജൻസിക്കാരൊരു കോഴ്സ് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് നല്ലൊരു സംഭവമാണ്, ജനറൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തു തന്നു. നമ്മളൊന്നും പണ്ടത്തെ ഒരു മെയിൻ സാധനം നമ്മളറിയുന്നില്ല. അവർ പറയുമ്പോൾ ഓക്കെ ഇതെടുത്ത് ചെന്നപ്പോൾ ഞാൻ ബയോമാക്സാണ് പഠിച്ചത്. എനിക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് വരുന്നത് അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ആദ്യം ഓർത്ത് കോഴ്സ് മാറിയാലോ എന്ന്. പിന്നെ ചിലരൊക്കെ പറഞ്ഞു വേണ്ട, നീ എന്തെങ്കിലും ആട്ടെ, എങ്ങനെയും പഠിച്ച് VR എടുക്കാതെ നോക്ക്. ആ ഒരു ഡയലോഗ് കേട്ടു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ പഠിച്ചത്. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പാടായിരുന്നു. പിന്നെ അക്കൗണ്ടിങ് വന്നപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്തു. അക്കൗണ്ടിങ് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ കൂട്ടുകാരൻ ആനന്ദുണ്ട്, അവൻ അക്കൗണ്ടിങ് ആയിരുന്നു. അവൻ പുലി ആയതുകൊണ്ട് അവൻ എന്നെ പഠിപ്പിച്ചെടുത്ത് അങ്ങനെ പാസ്സായി. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ്ങിലെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ. കാനഡയിൽ ഇപ്പോൾ ഒരു 6.5 ഇയർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു കോഴ്സ് എടുക്കുന്നതിനകത്ത് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉറപ്പായിട്ട് ഞാൻ പറയും. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോസിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. നിങ്ങൾ വരുമ്പം നിങ്ങൾ ഇത്രയും രൂപ മുടക്കുവാണ്. ഇപ്പോൾ ഒരു സാധാരണ, അതായത് ഇപ്പോൾ നമുക്ക് പൈസ ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ അത്രയും വിഷയമില്ല. പക്ഷേ സാധാരണ ഒരു വ്യക്തിക്ക് ഒരു 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഇപ്പോഴും ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലോണൊക്കെ എടുത്ത് വരുമ്പം ആർക്കോ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നതിന് പകരം നല്ലൊരു കോഴ്സ് എടുത്ത് നിങ്ങളുടെ കരിയർ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് ചെയ്യുവാണെങ്കിൽ ഇവൻച്വലി, അതായത് പഠിച്ചിറങ്ങി കഴിയുമ്പം നമുക്ക് അതിൻ്റേതായ രീതിക്കുള്ള ബെനിഫിറ്റ്സ് വരും. ഫോർ എക്സാമ്പിൾ, ഇവിടെ എനിക്ക് പേഴ്സണലി, ഞാനിത് പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരുപാടെടുത്ത് എനിക്ക് പേഴ്സണലി ഡോക്ടർ ആവണമെന്നായിരുന്നു. ഇനിയിപ്പം ഡോക്ടർ ആയില്ലെങ്കിൽ എനിക്കൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു മാനേജ്മെൻറ്റിൽ കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം.
വർഷങ്ങളായിട്ടുള്ള. കാരണം ഡോക്ടറോ ആവാൻ പറ്റിയില്ല, ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഡോക്ടർമാരെ അതിൽ കാണാൻ പറ്റുമല്ലോ എന്നോർത്ത ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പം വന്ന് പെട്ടേക്കുന്ന, അല്ലെങ്കിൽ പെട്ടതല്ല, നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ എത്തിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് അതിനെ റിലേറ്റഡ് ആയിട്ട് ഞാൻ പഠിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ളൊരു ഫീൽഡിലോട്ട് കയറാൻ പറ്റിയാനെ. അപ്പോൾ അതിന് പകരം നമ്മൾ ഏജൻസി പറയുന്നത് കേട്ടിട്ട് ഇതാണ് ഏറ്റവും സ്കോപ്പുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. അപ്പം ഇപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റുഡൻസിനോടുള്ളൊരു ഏറ്റവും വലിയ ടേക്ക് അവേ ചെയ്യേണ്ട ഒരു കാര്യം, വെറുതെ ആരെങ്കിലും പറയുന്ന കേട്ടായിരിക്കും ഒരു കോഴ്സ് എടുക്കുന്നത്, റിസർച്ച് ചെയ്യണം. ആൻഡ് ഡെഫിനറ്റ്ലി ഇതൊരു മലയാളം 360 പോലെ കുറേ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാനും, കുറേ ഒരുപാടുണ്ട്. അതെ, അപ്പം നിങ്ങൾക്ക് കാനഡയുടെ കാര്യത്തിൽ ധൈര്യമായിട്ട് മോട്ടിലാലിൻ്റെ തന്നെ സ്വന്തം ഇവർ തന്നെ ഫൗണ്ട് ചെയ്ത മലയാളം 360 എന്ന് പറഞ്ഞ ഈ ഒരു ഇനിഷ്യേറ്റീവിനോട് നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അവിടെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സ് വേണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് തരാനാണെങ്കിലും എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. അതെ. ഇപ്പോൾ 2024 കാനഡയെ പറ്റി പല ആൾക്കാരും കുറേ നെഗറ്റീവ്സ് പറയുന്നുണ്ട്, അവിടെ അങ്ങനെ ഇഷ്യൂ ഉണ്ട്, ഇത്രയും കുട്ടികളൊക്കെ വന്നതുകൊണ്ട് തന്നെ. ബട്ട് ഇപ്പോൾ ബ്രോ തന്നെ പറഞ്ഞു, നാട്ടിൽ വന്നപ്പോൾ ബ്രോയ്ക്ക് ഇവിടെ ഒരു കൃത്യമായിട്ടൊരാൾക്ക് ഒരു പർച്ചേസ് ചെയ്യാനുള്ള പവർ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഇൻകം കിട്ടുന്നില്ല. സോ ഇത് ശരിക്കും കാനഡയിൽ സോൾവ് ആവുന്നുണ്ടോ? കാനഡയിൽ നിന്ന് ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2009 തോന്നുന്നു സാമ്പത്തിക മാന്ദ്യം വന്നേ. അത് എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് സാമ്പത്തിക മാന്ദ്യമാണ്, എന്നാൽ എല്ലാവരും 100% സമ്മതിക്കുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു വാക്കെടുത്തിട്ട് സംസാരിക്കുമെന്ന് പറയും. അപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് സത്യമായുള്ളൊരു കാര്യമാണ്, അത് പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രം. അപ്പം എല്ലാവരും ഇത് ബാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാനഡയിൽ മിനിമം വേജ് ഗ്യാരൻറ്റീഡാണ്. അതായത് ഒരു വ്യക്തി പോയി ജോലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് 15 രൂപ അല്ല $16 ഒരു മണിക്കൂറിന് കിട്ടിയിരിക്കും. പക്ഷേ അവിടെയും എക്സ്പെൻസ് കൂടി, അവിടെയും സാധനങ്ങൾക്ക് വില കൂടി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, 2018 എനിക്കൊരു $100 ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഒരു മാസത്തേക്കിനുള്ള ഗ്രോസറീസ് പോയനെ. ഇന്ന് നേരെ മറിച്ച് ഒരു $100 ഉണ്ടെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തേക്കിന് വലിയ കുഴപ്പമില്ലാതെ തോന്നും. ആ ഒരു ഡിഫറൻസ് വന്നു. നമ്മൾ 4 പേരൊക്കെ ആയിട്ട് ഷെയർഡ് ആയിട്ടിരുന്ന സമയത്ത് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും ആയിട്ടില്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ അത്രയൊന്നും മാറിയിട്ടില്ല ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വന്നേക്കുന്ന ഒരു ഡിഫറൻസ്. അപ്പം പറഞ്ഞു വരുന്നത്, കേരളത്തിലാണെങ്കിലും കാനഡയിലാണെങ്കിലും എല്ലായിടത്തും ചിലവ് കൂടിയിട്ടുണ്ട്. അതിനൊത്ത രീതിയിൽ നിങ്ങളുടെ വരുമാനം കൂടിയില്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെയും അവിടെയും ക്രെഡിറ്റ് കാർഡ് ഒരുപാട് അടയ്ക്കാൻ കിടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവിടെയും ഇവിടെയും റോൾ ചെയ്യുന്ന പലരെയും എനിക്കറിയാം. ഏകദേശം സെയിം സിറ്റുവേഷനാണ്. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ഇല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും വളരെ പാടാ ജീവിക്കാൻ. കാനഡയിലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എ സ്റ്റുഡൻറ്റ്? ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റേണ്ട. ഞാൻ ഇന്നലെ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഇങ്ങോട്ടൊരു രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണം, ക്രെഡിറ്റ് കാർഡിൻ്റെ ഇമ്പോർട്ടൻസ്, ക്രെഡിറ്റ് സ്കോർ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കാം. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലുള്ള ജോലി ചെയ്താലും അത് നിങ്ങളെ ബെനിഫിറ്റ് ആക്കും. കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതിനെക്കുറിച്ചും വരുമാനത്തിനെക്കുറിച്ചും എക്സ്പെൻസുകളെക്കുറിച്ചും എങ്ങനെ നമ്മുടെ പൈസ സേവ് ചെയ്യണം, പൈസ യൂസ് ചെയ്യണം, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, ഈ കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുവാണെങ്കിൽ ഇവിടെയുള്ള തലമുറകൾക്ക്, അതായത് ഇവിടെ പഠിക്കുന്നവർക്ക്, ഇവിടെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഏത് രാജ്യത്ത് ലോകത്തിൽ എവിടെ പോയി ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്കത് വളരെ ബെനിഫിഷ്യലായിരിക്കും. അത് എല്ലായിടത്തും ഉള്ളവർക്ക് ഗുണമുള്ളൊരു കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇന്ന് നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഏജൻസികളാണെങ്കിൽ പോലും ആരും പാർട്ട് ടൈമിൻ്റെ അവിടെ ഇഷ്യൂ തുറന്ന് പറയാറില്ല. ഇല്ല. പക്ഷെ അപ്പോൾ ഈ പാർട്ട് ടൈം കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഈ റിയാലിറ്റീനെ ഫേസ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് എങ്ങനെയാണ്? അത് ഏറ്റവും കൂടുതൽ തുറന്നു പറഞ്ഞ വ്യക്തിയിൽ ഒരാളാണ് ഞാൻ. അതിനെതിരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവൻ അവിടെ ചെന്നു കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങോട്ട് ബ്രോയെ കാണാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എനിക്കൊരു ഇമെയിൽ വന്നു. ഒരു പെങ്കച്ച് പറയാം, ലണ്ടൻ ഒണ്ടാരിയോ എന്നാണ്. ഞാൻ വന്നിട്ട് 4 മാസമായി, എനിക്ക് ജോലി കിട്ടിയില്ല, ഞാനിവിടെ ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ്, GIC ഉള്ളതുകൊണ്ട് മാത്രമേ ജീവിക്കുന്നതാണ്. അപ്പം എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. കാനഡ എന്ന് പറയുമ്പം ആൾക്കാരുടെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ളൊരു വാക്കാണ്. പക്ഷേ കാനഡ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2 രാജ്യങ്ങളൊന്നാണ്. അപ്പോൾ അത്രയും വലിയൊരു രാജ്യമാണ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പെട്ടെന്ന് ജോലി കിട്ടുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അതായത് എന്നാ പറയുന്നത്, മെയിൻലി എനിക്ക് എടുത്തു പറയുന്നത് കിച്ചണർ, ടൊറൻറ്റോ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയേക്കുന്നവരാണ്, അല്ലെങ്കിൽ ലണ്ടനിൽ പോയേക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഇപ്പോൾ ഒരു മലയാളിയുടെ തല വീഴും. ആ ഒരു രീതിക്കുള്ളിടത്താണെങ്കിൽ ജോലി കിട്ടാൻ പാടാണ്. അപ്പം പിള്ളേർ ഒന്ന് പ്രിപ്പയർഡായിട്ട് കയറി വരിക. എങ്ങനെയൊക്കെയാണ് സ്റ്റുഡൻറ്റ് പ്രിപ്പയർഡ് ആവേണ്ടത് ഫോർ ഗെറ്റിംഗ് പാർട്ട് ടൈം ഓർ ഫുൾ ടൈം ജോബ്? ഫോർ ഗെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കപ്പ് വേണം. മെയിൻലി വേണ്ടത് ബാക്കപ്പാണ്.
പിന്നെ അവിടെ ചെന്നാൽ ചുമ്മാ കയറി സാധനങ്ങൾ മേടിച്ച് പൈസ തീർക്കരുത്. കാരണം നമ്മൾക്ക് വരുമാനമൊക്കെ വന്നൊന്ന് സ്റ്റേബിളായി, ഒന്ന് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതിനിപ്പുറം നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഫീസിന് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കുക. പിന്നെ വീട്ടുകാരോട് പറയുക, ഇതാണ് സിറ്റുവേഷൻ, എനിക്കൊരു ബാക്കപ്പിന് പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തരേണ്ടി വരും. അങ്ങനെ ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് വേറൊരു സൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ കാനഡയിൽ ആക്ച്വലി സ്റ്റുഡൻസ് ലോൺ എടുത്ത് വരുന്ന ഒരു മണ്ടത്തരാണോ? മണ്ടത്തരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടുന്നവരാണെങ്കിൽ ലോൺ എടുത്ത് വരിക. പക്ഷേ നിങ്ങളിപ്പം അത് മണ്ടത്തരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം പല സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ₹1 പോലും എടുക്കാനില്ലാഞ്ഞിട്ട് അവിടെ സ്ട്രഗിൾ ചെയ്ത് വന്ന് ചെറിയ ജോലികൾ ചെയ്ത് എല്ലാ രീതിയിലുള്ള ജോലികൾ ചെയ്ത് രക്ഷപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്കൊരിക്കലും അത് മണ്ടത്തരമെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. ഇവിടെയാണെങ്കിൽ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളി വരും. അവിടെ 6 മണിയല്ല 11 മണി കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് വിളിക്കാൻ ആരുമില്ല. നമ്മൾ ചെയ്യുന്നത് ആരും കാണുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോലെ ഇരിക്കും നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം കാനഡയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ഫ്രീഡം കിട്ടിക്കഴിയുമ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഡിസിഷൻ അനുസരിച്ചിരിക്കും നിങ്ങൾ രക്ഷപ്പെടുകയോ ഇല്ലയെന്ന്. ഈ എബ്രോഡ് എത്തി കഴിഞ്ഞിട്ട് കുട്ടികൾ ഫ്രീഡം മിസ്യൂസ് ചെയ്യുന്നുണ്ടോ? അത് വെച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ അവിടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ? ഇത് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലുമൊക്കെ കുരുപൊട്ടിക്കും. എന്നാലും പറയാം, കുറച്ച് പേരൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ വള്ളി പിടിച്ച് നടക്കുന്നില്ലേ, വഴക്കുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെതായ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ചെന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് വെച്ചാൽ ഡ്രങ്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത് ക്രിമിനൽ കുറ്റമാണ്. അതൊക്കെ കിട്ടിയ ഡയറക്റ്റ് ഡീപ്പോർട്ടേഷൻ വരെ കിട്ടിയേക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നോ ഞാനൊരു എന്നാ പറയുന്നത് ഒരുപാട് പേരെങ്ങനെയാണ് അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും അവിടെ ചെന്നിട്ട് ഫ്രീഡത്തെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അവർക്ക് ലോ അല്ലെങ്കിൽ പോലീസ് അവർക്ക് അതിൻ്റേതായ ഇതും കൊടുക്കാറുണ്ട്. ചിലവരൊക്കെ ചെറുതായിട്ട് രക്ഷപ്പെട്ട്, എന്നാലും ഒരുപാടൊന്നും അവിടെ നമുക്ക് റൂൾസും കാര്യങ്ങളും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ അവർ ഒരു രീതിയിലുള്ള സഹകരണവും ഇല്ല. നിങ്ങളിപ്പോൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയിരിക്കും. പെനാൽറ്റീസ് ആയിരിക്കാം, ഫൈൻ ആയിരിക്കാം, ചിലപ്പം ഡീപ്പോർട്ടേഷൻ വരെ കിട്ടിയിട്ടുള്ളവരുണ്ട്. അതായത് ഇങ്ങനെ ഡ്രങ്ക് ഡ്രൈവിങ്ങിനൊക്കെ ഡീപ്പോർട്ടേഷൻ കിട്ടിയവരുണ്ട്. പിന്നെ ഫിസിക്കൽ അസോൾട്ട്, അതായത് എന്നോടൊരാൾ എൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൈവച്ചാൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്. അവനിപ്പം എന്നെയല്ല എൻ്റെ ഫാമിലീനെ പറഞ്ഞാലും എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റത്തില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരാദ്യം വെച്ചോ അവൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. പിന്നെ നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻസോ സിറ്റിസൺസോ അല്ലെങ്കിൽ ഒരു രീതിയിലും, ഞാൻ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയുണ്ടാക്കാൻ പോകുന്നല്ല, ഒരിക്കലും ഫിസിക്കൽ അസോൾട്ടിനോ വേറൊരാളുടെ ദേഹത്ത് കൈവെക്കാനോ പോകരുത്. ഇത് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചവരുണ്ട്, തിരിച്ച് നാട്ടിൽ വന്നവരുണ്ട്. ഒരു ഫ്യൂ മന്ത്സ് ഒക്കെ നമുക്ക് ഷോക്കിംഗ് ആയിട്ട് ബീങ് അബ്രോഡിൻ്റെ പേജിൽ വന്നൊരു മെസ്സേജ് ആയിരുന്നു, ബ്രോ എനിക്കൊരു തെറാപ്പിസ്റ്റിനെ കറക്റ്റ് ചെയ്ത് തന്നെ, ബിക്കോസ് ഐ എം അഡിക്റ്റഡ് ടു ഡ്രഗ്സ്. ആൻഡ് ഇത് ഈ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞാൽ അവൻ ബാച്ചിലേഴ്സിന് പോയതാണ്, ഈ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്, അതിൻ്റെ കോഴ്സ് ഡ്രോപ്പ് ആക്കേണ്ടി വരുവാണ്, പൈസയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ പറയാൻ പറ്റില്ല, കാരണം വീട്ടിൽ അത്രയും ലോണും പ്രശ്നങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാനഡയിലെ ഫ്രീഡത്തിൻ്റെ ഒപ്പം കിട്ടുന്നൊരു കാര്യമാണ് അവിടെ വീട് ലീഗലാന്നുള്ള കാര്യം. സോ ഡ്രഗ്സ് അവർ വീഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാറ്റഗറി ഓഫ് തിങ്സ് സ്റ്റുഡൻസിൻ്റെ ഭാവി കളയുന്നുണ്ടോ അവിടെ? സ്റ്റുഡൻസിൻ്റെ ഇത് ഞാൻ പറഞ്ഞ സെയിം സംഭവമാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുടെ റൂമിൽ കയറി ചെന്നപ്പം മൊത്തം അലങ്കോലമായിട്ട് കിടക്കുവാണ്. അവരുടെ ഒറ്റ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിക്കുന്നു, പോയി കിടക്കുന്നു, ഭക്ഷണം പോലും വേണ്ട, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. അതായത് ഫുൾ മൂഡാണ്. പക്ഷേ അത് മാത്രമായി മാറിയാൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കോട്ടയംകാരാണ്, അച്ചായന്മാരാണ് അല്ലേ, കോട്ടയംകാർ അച്ചായന്മാർ രണ്ടെണ്ണം അടിക്കുന്ന, ഞാൻ അങ്ങനെയാണെന്നല്ല, എന്നാലും അടിക്കുന്നവരുണ്ട്, എൻ്റെ ഫാമിലിയിലുള്ളവരാണേലും അതുപോലെ തന്നെ ചെയ്യുന്നവരുണ്ട്. അവിടെയുള്ളവർക്ക് ഇത് ലീഗലാന്ന് പറഞ്ഞിട്ട് അവരിത് മിസ്യൂസ് ചെയ്യുന്നില്ല, അവരെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കനേഡിയൻ കമ്പനിയിലാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കനേഡിയൻസാണ്. ഒരു നല്ല ശതമാനം ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കത് യൂസ് ചെയ്യാൻ അറിയാം. ഇത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് ഈ സമനില. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ വരും, നമുക്ക് മറവി വരും, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവും, നമുക്കൊരു മനോധൈര്യം ഉണ്ടല്ലോ, 24, 25 അല്ലെങ്കിൽ 30 വയസ്സല്ല എല്ലാവർക്കും ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഇപ്പോൾ ആ പയ്യന് വന്നേക്കുന്ന സിറ്റുവേഷൻ എനിക്ക് വളരെ എളുപ്പത്തിൽ ഊഹിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അവന് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ച് നാട്ടിൽ പോവുക, പൈസ ഇല്ലാതെ ലോണൊക്കെ എടുത്ത് വന്നേക്കുന്നവരാണെങ്കിൽ ആ പരിപാടി കംപ്ലീറ്റ്ലായിട്ട് കുറയ്ക്കുക.
പിന്നെ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് ഉണ്ട്, അഡിക്ഷൻസിന് വരുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇപ്പോഴേ പറയാം, പക്ഷേ നമുക്കറിയാവുന്ന നല്ല മലയാളികൾ തന്നെ ഉണ്ട്, ഇങ്ങനത്തെ സോഷ്യൽ സർവീസിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പം കാനഡയിൽ ഇപ്പോൾ പല സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യം, എവിടെ നോക്കിയാലും ഈ പഞ്ചാബീസ് ആണ്, നോർത്ത് ഇന്ത്യൻസ് ആണ്, പ്രത്യേകിച്ച് ഈ ബ്രാംപ്ടൺ ഏരിയാസിലൊക്കെ. സോ മോട്ടിലാൽ എന്ത് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിക്ക് അതൊരു ഇഷ്യൂ വരുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ മലയാളികൾ സാക്ഷരതയിൽ ഒന്നാമതാണ്. നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നമുക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റും. അവർക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിവുണ്ട്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന 2 കമ്മ്യൂണിറ്റി പഞ്ചാബീസും ഗുജറാത്തീസുമാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ. ഞാനൊക്കെ വണ്ടി കച്ചവടത്തിൽ ഒന്നുമല്ല അവന്മാരെ വെച്ച് നോക്കുമ്പോൾ, നമ്മളൊക്കെ ഒരു വെറും ശിശുവാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എവ്രിബഡി ഹാസ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം ഞാൻ ഓപ്പർച്യൂണിറ്റീനെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കമൻറ്റിൽ വരും. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരാനും ഗ്രോ ചെയ്യാനും ഉള്ള എക്സ്പോഷറുണ്ട്. പക്ഷേ വേറൊരാളെ താഴെ ഇട്ടിട്ട് കയറി പോകാൻ നോക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ നന്നായിട്ട് ചെയ്യുന്നു, അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ നന്നായിട്ട് എൻഗേജ്ഡാണ്. നമുക്ക് മലയാളികൾക്ക് ഇച്ചിരി കൂടെ യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ആയേനെ. കാരണം അവർ എന്തും ചെയ്യും എന്നുള്ള രീതിക്കാണ്, അവർക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. പിന്നെ ബ്രാംപ്ടണിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടുത്തെ വണ്ടി ഓടിക്കുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ല, അതൊക്കെ സത്യമാണ്. എനിക്കും വളരെ അവിടെ പോയാൽ ഞാൻ വണ്ടി ഓടിക്കാറേ ഇല്ല. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്ന പോലെയാണ്, അതുപോലെ ആക്സിഡൻസ് ഉണ്ട്. പക്ഷേ എല്ലാ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ ഒരു സർക്കിളുണ്ട്, അതായത് ഇപ്പം നമ്മൾ മലയാളികളാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, നമ്മളൊന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടാറ് പോലുമില്ല, മാക്സിമം അവോയ്ഡ് ചെയ്ത് നടക്കും. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊരു വളയുണ്ട്, പിന്നെ തലകെട്ടുണ്ട്, പിന്നെ അവരുടെ ആ മീശയുണ്ട്, പിന്നെ അവർക്ക് മനസ്സിലാവും. അപ്പം തന്നെ അങ്ങോട്ട് സംസാരിക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എൻ്റെ ഡീലർഷിപ്പിൽ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് പഞ്ചാബീസ്. അവന്മാർ നേരിട്ട് ഒരു ബന്ധമില്ലെങ്കിലും അവരവിടെ നിന്ന് സംസാരിച്ച് ഫോൺ നമ്പർ പോലും മേടിച്ചില്ലെങ്കിൽ അവരൊരു ബന്ധം പുലർത്തിയിട്ടേ പോകത്തുള്ളൂ. അത് മാത്രം മലയാളികൾ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ അത് ചെയ്യുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ പെട്ടെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി അവിടെ വളരും. ആക്ച്വലി എല്ലാവരും പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ആർക്കും അതെന്തോ ഒരു തെറ്റായിട്ടാണ് പലപ്പോഴും കാണുന്നതിന്. അത് ഞാനിപ്പോൾ എങ്ങനെയാണ് അവിടെ സംസാരിക്കുന്നത്, പലർക്കും ആ ഒരു അപകർഷബോധം പല രീതിയിലാണ് അത് കാണാറുണ്ട്. സോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ്വർക്കിംഗ് ടു ഗെറ്റ് എ ജോബ് ദെയർ, അല്ലെങ്കിൽ ഒരു ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതിൽ ഏറ്റവും ബെസ്റ്റ് എൻ്റെ ലൈഫ് ഞാൻ എക്സാമ്പിളായിട്ട് വേണം പറയാം. നെറ്റ്വർക്കിങ്ങിൽ കൂടെ ഇവിടം വരെ എത്തിയൊരു വ്യക്തിയാണ്. എനിക്കൊരു മനുഷ്യനെ അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പം മോട്ടിലാൽ ആരാണെന്നോ ഒന്നും, അതായത് 2018 തൊട്ടൊരു 2021 വരെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നു, ആൾക്കാരെ കാണാൻ തുടങ്ങി, ആൾക്കാരെ പരിചയപ്പെട്ടു. അതായത് നല്ല തൊലിക്കെട്ടി വേണം, കാരണം ആൾക്കാരോട് പോയി സംസാരിക്കും. ചില ആൾക്കാരൊക്കെ നമ്മളെ ഒഴിവാക്കും, അവോയ്ഡ് ചെയ്യും, നമുക്കൊരു വിഷമം വരും. പക്ഷേ വിഷമം വന്നാലും ചെയ്യണം. നമ്മളങ്ങനെ എൻ്റെ കമ്മ്യൂണിറ്റിയല്ല, കനേഡിയൻ കമ്മ്യൂണിറ്റിയിൽ, പഞ്ചാബി കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം കാറിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒരു വണ്ടി കണ്ടിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് ഞാൻ ഇവനെ വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ട് ഞാനൊരു ഫ്രീ ആയിട്ടൊരു വീഡിയോ തന്നോട്ടെ എന്നൊക്കെ ചോദിച്ച് എൻ്റെ പേര് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതായത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എങ്ങനെയാണോ അവരുടെ ലൈഫ്, അതായത് നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഫീൽഡിലുള്ള ആൾക്കാരെ പരിചയപ്പെടുക, അവരോട് പോയി സംസാരിക്കുക. പിന്നെ ഡയറക്റ്റ് സംസാരിക്കാൻ എന്നെപ്പോലെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെയല്ല, ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. ലിങ്ക്ഡിൻ എന്നൊക്കെ പറയുന്ന പ്രൊഫൈൽ വഴി നിങ്ങളുടെ സെയിം ഫീൽഡിലുള്ള ആൾക്കാരെ തപ്പിയെടുക്കാൻ വളരെ പാടൊന്നുമല്ല. കുറച്ച് ഫോൺ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് സുഖമായിട്ട് കയറി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. അങ്ങനെ മീറ്റ് ചെയ്യുക. എല്ലാവരും ഒന്നും റെസ്പോണ്ട് ചെയ്യുമെന്ന് വരത്തില്ല, പക്ഷേ ഈ യോഗം ഉണ്ടെങ്കിൽ ഒരാളേലും റെസ്പോണ്ട് ചെയ്യും. കാരണം വളരെ ഓപ്പണാണ്. പക്ഷേ അത് നമ്മൾ ട്രൈ ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നെറ്റ്വർക്കാണ് നിങ്ങളുടെ നെറ്റ്വർക്ക്. വെരി ഫേമസ് കോട്ടാണ്. അതെ, ഈ പറഞ്ഞ പോലെ തന്നെ ലിങ്ക്ഡിനിലെ കാര്യം പറഞ്ഞപ്പോൾ, ലിങ്ക്ഡിൻ ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര അണ്ടർറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് സ്റ്റുഡൻസ് ഷുഡ് കീപ് ഇൻ മൈൻഡ് വെൻ യൂസിങ് ലിങ്ക്ഡിൻ, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ലിങ്ക്ഡിൻ ഇൻ കാനഡ? ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലിങ്ക്ഡിനിൽ കൂടെ 200-300 തവണ അപ്ലൈ ചെയ്ത ഒരു വ്യക്തിനെ എനിക്കറിയാം. എൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ വന്ന, അപ്പം ഞാൻ ആരെ കിട്ടിയാലും അവരുടെ കഥകൾ സംസാരിക്കില്ല. അപ്പം പുള്ളി എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോലിയൊന്നും നോക്കിയേ ഇല്ല, മടിയായതുകൊണ്ടാണ്. കാരണം അത്യാവശ്യം നല്ലൊരു ജോലി കഴിഞ്ഞിട്ട് വൈഫിൻ്റെ കൂടെ ഇവിടെ വന്നു. അപ്പം ഈ വ്യക്തി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഡയറക്റ്റ് ഇരുന്ന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് 200-ലേറെ ആപ്ലിക്കേഷൻസ് റിജക്ഷൻ വന്നു. ആരും അപ്ലൈ ചെയ്യുന്നില്ല. എന്നിട്ട് ഒരു കമ്പനി മാത്രം റിജക്ഷന് വേണ്ടിയിട്ട് ഇമെയിൽ അയച്ചു, പിന്നെ അപ്ലൈ ചെയ്തു, റിജക്ഷൻ,
മൂന്നാമത്തെ തവണ അപ്ലൈ ചെയ്തു, 4 റിജക്ഷൻ കിട്ടി. 5ാമത്തെ തവണ അവർ നോക്കിയാണ് ഇവൻ എന്നേലും ആവട്ടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഇൻ്റർവ്യൂ കിട്ടി. ഇപ്പം പുള്ളി നല്ലൊരു സ്റ്റേബിൾ ജോബായി. വന്നിട്ട് 6 മാസം ആയുള്ളൂ. കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നതാണ്. ഇപ്പം തന്നെ ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ജോലി പുള്ളി ലാൻഡ് ചെയ്തു. എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു നല്ലൊരു സോഴ്സാണ്. കാരണം ഞാൻ വാൾമാർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ചെയിനാണ്. അപ്പോൾ ഈ വാൾമാർട്ടിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അപ്രീഷിയേഷൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചില നോർത്ത് ഇന്ത്യൻസ് ആണ് മെയിൻലി, അവർ ഇതിനെക്കുറിച്ചൊക്കെ പോസ്റ്റ് ഇടും. അപ്പോൾ ചില സാധനങ്ങൾ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ റീല് വൈറലാവുന്ന പോലെ ഈ പോസ്റ്റ് വൈറലായി പോകും. അപ്പോൾ ആൾക്കാർ ഷെയർ ചെയ്ത് കമൻറ്റ് കൂടുതൽ വരുമ്പം അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും. പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരാളൊരു നല്ല എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇവരെ ഇഷ്ടപ്പെട്ടാൽ ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റിയായി മാറിയേക്കാം. അപ്പം ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ വെച്ചോളുക, എങ്ങാനും ക്ലിക്കായാലോ. അതെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം എല്ലാവരോടും ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക, യൂട്യൂബിൽ വീഡിയോസ് കാണുക. ഇൻസ്റ്റഗ്രാം പോലെ ചുമ്മാ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊരു വല്ലപ്പോഴും ഒക്കെ ഒരു പോസ്റ്റിൽ ഇടുക. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, പഠിച്ച കാര്യങ്ങൾ, ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്നാ പറയുന്നൊരു പ്രൊമോഷൻ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് ലിങ്ക്ഡിൻ. ഇപ്പോൾ മോട്ടിബ്രോ ഇപ്പോൾ ഏകദേശം ഒരു 100K റേഞ്ചിൽ കണ്ടൻറ് ക്രിയേറ്ററാണ് അല്ലേ? അപ്പോൾ ഈ ഒരു റേഞ്ചിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട് എബ്രോഡ് എത്തുമ്പോൾ അപ്പോൾ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. കാരണം അവിടെ ഫ്രീഡം ഉണ്ട്, അവിടെ നല്ല ലൊക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും അത് പറ്റാറില്ല. അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ടിപ്സാണ് പറയാനുള്ളത്? കണ്ടന്റ് ക്രിയേഷൻ ഞാൻ ടിപ്സ് പറയുമ്പം ഇതെൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. അലൻ ബ്രോ എന്നോട് പറഞ്ഞ കാര്യം കൺസിസ്റ്റൻസി. ആൾക്കാരെ നിങ്ങളെ കളിയാക്കും, അവന് പ്രാന്ത, അവർ വേറെ പണിയൊന്നുമില്ലേ, ഇവന് വീഡിയോ എടുത്ത് നടന്നാൽ മതിയോ, ഇത്രയും പൈസ മുടക്കി വേറൊരു രാജ്യത്ത് വന്നല്ലേ, അങ്ങനെ പല കളിയാക്കുകളും വരും. എസ്പെഷ്യലി ഞാൻ ചെയ്ത ടൈപ്പ് ഓഫ് വീഡിയോസ് ആ സമയത്ത് ആരും തന്നെ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് വന്നേക്കുന്ന ഇങ്ങനത്തെ കുറേ ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വരുന്ന പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ്സ് കാണത്തില്ല, പെട്ടെന്നൊരു നല്ല ലൈറ്റ് കാണത്തില്ല, നല്ലൊരു ലെൻസ് കാണത്തില്ല. എന്തിന്, എനിക്ക് സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പോ ഒരു ക്യാമറയോ ഇല്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ലാപ്പ് ഉണ്ടായിരുന്നു, അത് വർക്ക് ആവാത്തതുകൊണ്ട് അതുമില്ല. എല്ലാം ഫോണിൽ തന്നെയായിരുന്നു. നമ്മൾ ഫോണിൽ വീഡിയോസ് എടുക്കും, എഡിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരിപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കും. അപ്പം നമുക്ക് വേണ്ടത് മൈൻഡ് സെറ്റും കൺസിസ്റ്റൻസിയും മാത്രമാണ്. പിന്നെ ഒരു ഉളുപ്പുമില്ലാതെ വീഡിയോ ഇടുക. ചിലത് വർക്കൗട്ട് ആവും, ചിലത് നാണക്കേടാവും, ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു ദിവസം ഇങ്ങേരെ പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ച് മെസ്സേജ് അയക്കും. എന്നെ പണ്ട്, അതായത് ഞാൻ തുടങ്ങി, എനിക്ക് 10,000 പോലും ഇല്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു ബന്ധമാണ്. പിന്നെ ഇങ്ങേര് തിരക്കായിപ്പോയി, ഞാനും തിരക്കായി. പക്ഷേ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്ററായിട്ട് മാറണമെങ്കിൽ ഇവിടെ ഉള്ളവരെക്കാൾ കൂടുതൽ സ്ട്രഗിൾസ് അവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൻ ബ്രോ പറഞ്ഞത് ഞാൻ ഇച്ചിരി അഭിമാനത്തോടെ കേട്ടെങ്കിലും അത് സത്യമാണ്. കാരണം എനിക്ക് വീട്ടിലെ കാര്യം നോക്കണം, ഫീസ് അടയ്ക്കണം, റെൻറ്റ്, കാര്യങ്ങളെല്ലാം. ഞാനാണെങ്കിൽ ഫുൾ ടൈം ആയി കഴിഞ്ഞിട്ടാണ്, എങ്കിൽ പോലും നമുക്ക് എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ള പൈസ പോലും മാറ്റി വെക്കാതെ ഇതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നത് നിങ്ങൾ അൾട്ടിമേറ്റ് നിങ്ങളോട് ചോദ്യം, ഞാനിപ്പോൾ 3 മണിക്കൂർ വർക്ക് ചെയ്താൽ എനിക്ക് എത്ര $1 കിട്ടും, അതോ കണ്ടന്റ് എടുക്കണോ? അതെ, ഈ രണ്ട് ഇതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ അവസാനം എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു നാളെ ഒരു എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് പ്രോബ്ലി കണ്ടന്റ് തന്നെ ആയിരിക്കും. പക്ഷെ അത് ചൂസ് ചെയ്യാനുള്ള ധൈര്യം, ആ ഒരു മൈൻഡ് സെറ്റ് അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര ഷോക്കായി പോയൊരു കാര്യമായിരുന്നു. PR വേണ്ടിയിട്ട് കുറേ സ്റ്റുഡൻസ് അവിടെ സമരം ചെയ്യുന്നു. അപ്പം റീസെൻ്റ്ലി ഇപ്പം മലയാളികളാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് PR കുറച്ച് ഇഷ്യൂസ് അവിടെ വരുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു സമരമൊക്കെ ചെയ്തുകൊണ്ട് കനേഡിയൻ ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഈ ഒരു 6 years ഓഫ് ദാറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ എത്ര പേര് പങ്കെടുക്കും? ഒരുപാട് പേര് പങ്കെടുക്കത്തില്ല. വളരെ കുറച്ച് പേരെ പങ്കെടുക്കത്തുള്ളൂ. കാരണം ഒന്ന് ഇൻസെക്യൂരിറ്റി, ഈഗോ. ഞാനും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ ആൾക്കാർക്ക് കണ്ടാലോ. കാരണം ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് അല്ലേ ആ കൊടിയും അല്ല ഇതൊക്കെ പിടിച്ചു നിന്നേക്കുന്നത്. അപ്പം ഇത് ചെയ്തിട്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ചെറിയ രീതിക്ക് ന്യൂസിൽ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ചിലപ്പം ഗവൺമെൻറ് അതോറിറ്റീസ് അത് കണ്ടേക്കാം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു വലിയ വലിയ റൂൾസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ മാർക്ക് മില്ലർ, പുള്ളിയുടെ താഴെ ആൾക്കാർ, അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ഒരു വെൽ ഡിഫൈൻ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം ഇവർക്ക് ചെയ്യേണ്ട രീതിയിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവരുടെ രാജ്യത്തിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെയാണ് കാനഡയ്ക്ക് വേണ്ടത് എന്താണോ അതേ അവർ ചെയ്യത്തുള്ളൂ. അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്, കാരണം കാനഡയിൽ ഗവൺമെൻറ് സ്ട്രഗിൾ ചെയ്യുന്നു, അപ്പോൾ അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ തെറ്റുകാരനാണ്.
അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് ഹൗസിങ് ക്രൈസിസ് ഉണ്ട്, ആര് കാരണം, സ്റ്റുഡൻസ് കാരണം, അതുകൊണ്ട് പി ആറിൻ്റെ കാര്യങ്ങൾ ടെമ്പററി റെസിഡൻസിനെ കൂടുതൽ എടുക്കുന്നില്ല, പല രീതിയിലുള്ള കട്ട് ഓഫുകൾ വരുന്നു, ഭയങ്കര വാർത്തകൾ വരുന്നു, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്ര പ്രൊട്ടസ്റ്റ് ചെയ്താലും എത്ര സമരം ചെയ്താലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഗവൺമെൻറ്റിന് അറിയാം അവർക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അതിലൊക്കെ നമ്മൾ വന്ന് പെട്ടാൽ രക്ഷപ്പെട്ടു. ഇതാണ് ഇപ്പോൾ കാനഡയിലേക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പം എല്ലാവരും പിള്ളേർ പറയുന്ന കാര്യമാണ്, ഞാൻ ആ ഒരു പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യാണ്, ഇപ്പുറത്തെ പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്ന് പിന്നെയും തുടങ്ങണം. അതായത് ഇപ്പോൾ ഒരു മരം ഇവിടെ കുഴിച്ച് വെച്ചേക്കുക, അത് വേരോടെ എടുത്ത് മാറ്റി ഇവിടെ കൊണ്ട് കുഴിക്കുമ്പോൾ അതിൻ്റെതായ സ്ട്രഗിൾസ് കാണും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. PR ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്, പലതും ടൈറ്റൻ ആയിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പം ഒണ്ടാരിയോ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ ബാക്കിയുള്ളിടത്തെല്ലാം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയാൽ പെട്ടെന്ന് PR കിട്ടുന്നൊന്നുമില്ല, മനസ്സിലായി. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ എന്നാലും പിള്ളേർ മൂവ് ചെയ്യുന്നുണ്ട്. നോവാ സ്കോഷ്യയിലോട്ടും യൂക്കോണിലോട്ടും പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലോട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം പോകുന്നുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പോകുന്നതിന് ഇപ്പുറം ഒന്ന് ഉറപ്പ് വരുത്തിയേക്കണം, അവിടെ ചെന്നാൽ കയറി കിടക്കാൻ ഒരു സ്ഥലം വേണം, കിട്ടാനൊരു ജോലി വേണം, അല്ലെങ്കിൽ പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അതിന് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ വേണ്ട രീതിക്ക്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം AIPP അങ്ങനെയുള്ള ഒരുപാട് റൂൾസും അങ്ങനത്തെ ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളുണ്ട്. അതൊക്കെ ആ സമയത്ത് ക്ലോസ് ആയാൽ പോയില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ട് തീരുമാനം എടുക്കുക. ഇപ്പോൾ കാനഡയിൽ പലപ്പോഴും നമുക്ക് ചില പിള്ളേർ പറയാറുണ്ട്, ഞങ്ങളുടെ പൈസ ആ സ്കാമിൽ പോയി, ഈ സ്കാമിൽ പോയി. കാരണം പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ട് കുറച്ച് ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിള്ളേർ പോയി ഫോം മേടിക്കും, ചിലപ്പോൾ പോയി ക്യാമറ മേടിക്കും, ചിലപ്പോൾ ആ ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയിട്ട് എൻ്റെ പൈസ പോയെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് നടക്കുന്ന സ്കാംസ് അവിടെ? കോമൺ ആയിട്ട് നടക്കുന്ന സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് പറയും, ഞാൻ IRCC അതായത് ഇമിഗ്രേഷനിൽ നിന്ന് വിളിക്കുവാണ്, നിങ്ങളുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അയച്ചു തരണം. എനിക്കിപ്പോൾ ഒരാളുടെ കാർഡ് ഡീറ്റെയിൽസും എക്സ്പയറി ഡേറ്റും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് എടുക്കാം. മനസ്സിലായി. അപ്പം ചില ആൾക്കാരത് പേടിച്ചിട്ട് അയച്ചു കൊടുക്കും. ഇപ്പോൾ കുറഞ്ഞു വരുന്നു എങ്കിലും ചിലർ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ സിൻ നമ്പർ ചോദിക്കും. സിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയും. അതായത് നിങ്ങളുടെ സെയിം പേരിൽ നിങ്ങളുടെ സെയിം സിൻ നമ്പർ വെച്ചിട്ട് അവർ വേറൊരാളെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ വഴി ലോണ്, ക്രെഡിറ്റ് കാർഡുകളൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ വേറെ ലെവൽ സ്കാമുകൾ അവിടെ നടക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ്റെ സ്കാമുകളാണ്. അക്കോമഡേഷൻ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നില്ലേ, നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ കയറിയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഒരു അക്കോമഡേഷൻ നോക്കി കിട്ടി. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളൊരു $200 ഞങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേര്, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി, താക്കോൽ തരാമെന്ന്. അപ്പം സംസാരമൊക്കെ ആക്ച്വലി ഒരാളാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പൈസ ഇട്ടു, എന്നിട്ട് അവർ വീട് നോക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ അങ്ങനെ ഒരു അഡ്രസ്സും ഇല്ല, അങ്ങനെ ഒരാളും ഇല്ലാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ $200 പോയേ, അത് അടുത്തൊരു സ്കാമാണ് അക്കോമഡേഷൻ്റെ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന സ്കാമുകളുണ്ട്. അതായത് എന്തെങ്കിലും ഞങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പോലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കയറിയിട്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോലും അങ്ങനെ ലാറ്റ്വിയയിൽ ഇങ്ങനെ ഇഷ്യൂ നടന്നിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ കയറി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കുറേ പേര് വന്ന് പിള്ളേരുടെ നമ്പർ എടുത്ത് അവർക്ക് അങ്ങനെ നമുക്കൊരിക്കലും ഇതൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാൻ മേലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലോഗോ അല്ലെങ്കിൽ എൻ്റെ ടീമിൽ അഡ്മിൻസ് അല്ലാത്ത ആരുടെയും കാര്യമൊന്നും മെസ്സേജ് വന്നാൽ റെസ്പോണ്ട് ചെയ്യരുത്. നമ്മൾ അഡ്മിൻസ് ആണെങ്കിൽ അഡ്മിൻസ് ആണ്. കാരണം അഡ്മിൻ ആകാനുള്ള അതോറിറ്റി നമുക്കേ ഉള്ളൂ. വേറെ പുറത്തുനിന്ന് ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്ലേസിൽ തന്നെ കാറ് മേടിക്കുന്നൊരു പരിപാടിയുണ്ട്. ഈ ചെറിയ പൈസയ്ക്കൊക്കെ കാറ് മേടിക്കുന്നൊരു ഇതുണ്ട്. ഇപ്പം പിള്ളേർ $3000 $4000. അപ്പോൾ ഈ ഇടയ്ക്ക് പറ്റിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പയ്യൻ $10000 ഒരു പഴയൊരു ഫോർഡിൻ്റെ വണ്ടി മേടിച്ചു. അപ്പോൾ ഈ വണ്ടി മേടിച്ചപ്പോൾ സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നടുക്കൊരു പുള്ളി നിൽക്കുമായിരുന്നു. അത് സോൾവ് ആയി. പക്ഷേ ആ പയ്യനൊരു വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിയനെ. പ്രീവിയസ് ഓണറിൻ്റെ പേരിൽ തന്നെയായിരുന്നു ഈ വണ്ടി. അപ്പോൾ ഈ ഇടനിലക്കാരനായ ഈ പുള്ളിയുടെ പേരിലല്ല വണ്ടി. അപ്പോൾ ഇവൻ ഈ വണ്ടി എടുത്ത് ഇവന് കൊടുത്തു, പൈസ മേടിച്ചിട്ട് ഇവൻ പോയി. ഇവൻ ഓണർഷിപ്പിൻ്റെ കാര്യത്തിന് ചെന്നപ്പം ഇവൻ ഓണർഷിപ്പും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവന് വണ്ടി മാറ്റാൻ പറ്റാത്ത അവസ്ഥ വന്നു. എന്നിട്ട് ഈ പുള്ളി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ വന്നു. 2-3 ദിവസം ഇവൻ ടെൻഷനായി. അവസാനം പുള്ളി ഫോൺ എടുത്തു, മനസ്സിലായി. അപ്പം ഫോൺ എടുത്ത് കഴിഞ്ഞപ്പം കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ പലർക്കും വണ്ടികൾ എടുക്കുന്നു, വണ്ടിക്ക് എൻജിൻ ലൈറ്റ് ഓൺ ആവുന്നു. ചുമ്മാ നമ്മൾ എൻജിൻ ലൈറ്റൊക്കെ മറ്റേ ഇത് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് അത് ചുമ്മാ മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കും. ഒന്ന് ഓടിച്ച് ഒരു 2 മണിക്കൂർ ഓടിച്ച് കഴിയുമ്പോൾ എൻജിൻ ലൈറ്റ് വരും. വലിയ പണിയുള്ള വണ്ടികളൊക്കെ ചെറിയ പൈസയ്ക്ക് ഒരു വിൽക്കും. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള സ്കാമുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ എന്തിനാ മുത്തേ നമ്മളിവിടെ ഇരിക്കുന്നത്? അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ കുറച്ചൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട്. അതെ, ഇതൊക്കെയാണ് മെയിൻലി ഉള്ള സ്കാംസ്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കയറാറുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ. അതൊക്കെ ശരിക്കും യൂസ്ഫുൾ ആണോ? ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പിൽ നമ്മുടെ തന്നെ ഗ്രൂപ്പുകളുണ്ട്. യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർട്ടൻ പോയിന്റ് വരെ. കാരണം ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ആർക്കും ഒന്നിനും സമയമില്ല.
ആരും നിങ്ങളെ സഹായിക്കത്തില്ല. ഞാനിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതുപോലെ തിക്തമായ അനുഭവങ്ങൾ കിട്ടിയതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ പറയും ബ്രോ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യാറുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ. പക്ഷേ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പാടായിരിക്കും. അപ്പം ഫേസ്ബുക്കിലുള്ള ഗ്രൂപ്പ്സുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും കറക്റ്റായിട്ടൊന്നും ആരും എടുത്ത് മോഡറേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ പല ഗ്രൂപ്പുകളിലും ഉണ്ട്, ജസ്റ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം. അപ്പം പലരും സ്കാം കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ നമ്മളിപ്പം ഫേസ്ബുക്കിലൊരു പോസ്റ്റിന് ലൈക്ക് ചെയ്തു, അവർ നമുക്ക് ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കുന്നു, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു, അക്കൗണ്ട് ഹാക്ക് ആവുന്നു, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അബദ്ധങ്ങളും ചെന്ന് ചാടാം. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സുകൾ ബെനിഫിഷ്യൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അക്കോമഡേഷൻ്റെ കാര്യത്തിന് ഒരിക്കലും ആരും അല്ല, അതായത് ഏജൻസിക്കാർക്ക് ആരെയും അറിയത്തില്ല. ആ സിറ്റിയിലുള്ള എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് അക്കോമഡേഷൻ ഹെൽപ്പ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസും കൂടെ വരാം. അപ്പം അത് നോക്കിയും കണ്ടും എടുക്കേണ്ടത് അത് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ അല്ലെ ഫോളോവേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതെ, ഇപ്പോൾ കാനഡയിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് പിള്ളേർ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളെയൊക്കെ മീറ്റ് ചെയ്യും, ആൻഡ് പ്രത്യേകിച്ച് കാനഡീസിനെയൊക്കെ മീറ്റ് ചെയ്യും, ആൻഡ് ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നിട്ട് പൈസ കൊടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസിലേക്കൊക്കെ പോകും. ഇതൊക്കെ എന്താ റിയാലിറ്റി? ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പം നമ്മളല്ലാതെ മാറും, അല്ലേ? മനസ്സിലായി, ചെറുതായിട്ട് മാറും. അപ്പം എല്ലാവരും ഞാൻ ഒരുപാട് പാർട്ടി ചെയ്യുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ആൻസർ തരാൻ പറ്റത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വേറൊരാളുടെ ദേഹത്ത് കൈവെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹറാസ് ചെയ്യുന്നത്, സെക്ഷലി അല്ലെങ്കിൽ വേർബലി അബ്യൂസ് ചെയ്യുന്നതൊക്കെ ഇഷ്യൂസായി മാറിയേക്കാം. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മളായിട്ട് വേറൊരു രാജ്യത്ത് പോയി കഴിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ റൂൾസും റെഗുലേഷൻസും ലോ പാലിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പം ഒതുക്കി തീർക്കാനുള്ള അങ്ങനത്തെ രാഷ്ട്രീയക്കാരനെ വിളിച്ചുകൊണ്ട് പോയി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല. ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ അവർ വെട്ടൊന്ന് മുറി രണ്ടാണ്. അവർ പറയുന്ന രീതിക്കാണ്. നിങ്ങൾക്കത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ടെമ്പററി റെസിഡൻ്റാണ്, തിരിച്ചു പൊക്കോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പം കുറേയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ ഇപ്പം ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ളൊരു വ്യക്തിനെ നമ്മൾ തൊടുവോ വെർബലി അബ്യൂസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അവർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളത് ബാധിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ, ഫൈനുകൾ, ചിലപ്പം കേസാവും, അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസിലോട്ടും അത് പോയേക്കാം. ഇപ്പോൾ നാട്ടിൽ എത്തിയപ്പോൾ ഞാൻ കണ്ട കുറേ റീൽസിനകത്ത് ഹോസ്പിറ്റൽ ചെക്കപ്പിലൊക്കെ പോകുന്നത് കണ്ടു. സോ എന്താണ് ആക്ച്വലി അവിടുത്തെ ഒരു മെഡിക്കൽ പിടിച്ചു അല്ലേ? അത് കണ്ടു അല്ലേ? അതെ, അത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. അതെ, അവിടുത്തെ എന്താ റിയാലിറ്റി? അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ രീതികളൊക്കെ എങ്ങനെയാണ്? പാടാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താ അതിന്റെ റിയാലിറ്റി? അപ്പോൾ ഞാൻ അല്ലോടൊരു കാര്യം ചോദിക്കാം. കോട്ടയത്തല്ലേ? അല്ല, കോട്ടയം. ഞാനും കോട്ടയം. അതെ ഗൈസ്, ഞങ്ങളെല്ലാവരും കോട്ടയക്കാരാണ്. കോട്ടയത്തെ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ കോട്ടയക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് എത്ര ആശുപത്രി ഉണ്ടെന്ന് നല്ല അറിയാമോ? ഇതാണ് ഡിഫറൻസ്. അത്രേ ഉള്ളൂ. അതായത് ഇപ്പം എൻ്റെ സിറ്റിയിലാണെങ്കിൽ, അല്ലെങ്കിൽ മേജറായിട്ടുള്ള സിറ്റീസിൽ വളരെ വിരളിൽ എണ്ണാവുന്നത്ര ഹോസ്പിറ്റൽസേ ഉള്ളൂ. അപ്പം ആൾക്കാരുടെ എണ്ണവോ അതിൽ കൂടുതലാണ്. അപ്പം ഇവരെ കൊണ്ട് താങ്ങാവുന്നത്ര അല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മാത്രം ബെഡല്ലേ പറ്റത്തുള്ളൂ. അതാണ് മേജറായിട്ടുള്ള ഇഷ്യൂ. കാരണം ഫ്രീ ഹെൽത്ത് കെയർ ആണ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ഏജൻസികളാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഡ്ബറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെറിയ ചെറിയ ക്ലിനിക്സാണ്. കൈ ഒടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാനോ എന്തെങ്കിലും ഒരു സർജറിക്കോ അതിനൊക്കെ ഇവർക്ക് ഒരു ക്ലിനിക്കിൽ പോയാൽ പറ്റത്തില്ല. അതിനൊരു ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അപ്പം വലിയ വലിയ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസങ്ങൾ, ചിലപ്പം വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന എനിക്ക് പേഴ്സണലി ഒരു പുള്ളിനെ അറിയാം. പുള്ളിക്ക് ബ്രെയിൻ ഇഷ്യൂ ആണ്. അപ്പോൾ എൻ്റെ നെയ്ബറാണ് പുള്ളി. ഇപ്പോൾ ഒരു 8 മാസമായി പുള്ളീനെ ഇത് കണ്ടുപിടിച്ചിട്ട്. പുള്ളിക്ക് ഇതുവരെ ബ്രെയിൻ സർജറിക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പം പുള്ളീനെ ഞാൻ പോകാൻ നേരത്തെ ഞാൻ പുള്ളീനെ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ കനേഡിയനാണ്. അവിടെ ഹെൽത്ത് കെയറും കാര്യങ്ങളുണ്ട്. അപ്പം പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് ഇങ്ങനെ നീട്ടി വെക്കുവാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസുഖം വന്നിട്ടൊരു വ്യക്തിയായിട്ട് പോലും അവർക്ക് സമയം കിട്ടുന്നില്ല. അതുപോലെ ആണ് അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് ഗൈസ് ഞാൻ കാനഡയിൽ നിന്നും 2 ആഴ്ചത്തേക്കിന് കേരളത്തിലെത്തിയപ്പോൾ ഒരു ദിവസം മൊത്തം അതിന് വേണ്ടിയിട്ട് കൊടുത്തതും ഫുൾ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ നിങ്ങൾ കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ ചുമ്മാ കയറി ചെന്നാൽ മതി. എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നടക്കാം. കാരണം ഗുണങ്ങൾ മാത്രമല്ല, ഒരു രാജ്യത്തിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. ഏറ്റവും നെഗറ്റീവ്സ് എന്തൊക്കെയാണ് ബ്രോയ്ക്ക് തോന്നിയത്? നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞൊരു സംഭവമാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വരുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടി. എക്സ്പെൻസിന് അത്ര രീതിക്ക് നിങ്ങൾക്ക് വരുമാനമില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. പിന്നെ ഹെൽത്ത് കെയർ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ, അതായത് ഇപ്പം
ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പം പ്രായം കൂടുന്നതോറും നമ്മുടെ ബോഡിയാണ്, നമ്മൾ അകത്തോട്ട് എന്ത് കൊടുക്കുന്നു അതനുസരിച്ചാണല്ലോ നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഹെൽത്ത് കെയർ സിസ്റ്റം ഇച്ചിരി ടാസ്ക്കാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് ആരുമായിട്ട് ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ല. പാർട്ട് ടൈം ജോലി കിട്ടാൻ പാടാണ്. ഞാനൊക്കെ വന്ന സമയത്ത് 2 മാസം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയില്ല, അയ്യോ ഇത്ര നാളായിട്ട് ആയില്ല എന്നാണ്. ഇന്ന് നേരെ മറിച്ച് 6 മാസം 8 മാസം ആയി കഴിയുമ്പം ആയിട്ടില്ലെങ്കിൽ നിനക്ക് സമയമായിട്ടില്ല, വെയിറ്റ് ചെയ്യും എന്നുള്ള രീതിക്കോട്ടെത്തി വെറും 6 വർഷം കൊണ്ട്. അതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതെ. അതുപോലെ തന്നെ ഇപ്പം പാർട്ട് ടൈം കിട്ടാത്ത എല്ലാവരും ഒണ്ടാരി ടൊറൻറ്റോയിൽ വരുന്നതുകൊണ്ടാണോ അതോ ബാക്കിയുള്ള പ്രൊവിൻസിൽ കിട്ടുന്നുണ്ടോ? ബാക്കിയുള്ള പ്രൊവിൻസിൽ എനിക്ക് ഇത്രയും ഇഷ്യൂസ് ആൾക്കാർ പറയാറില്ല. ഏറ്റവും കൂടുതൽ പറയുന്ന ഒണ്ടാരിയോയിലെ സദേൺ, അതായത് GTA, ലണ്ടൻ, കിച്ചണർ, ഈ സ്ഥലങ്ങളാണ്. ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാനുള്ള സ്ഥലത്തായ സഡ്ബറിയിൽ പോലും ഇപ്പം പിള്ളേർക്കൊക്കെ ജോലി കിട്ടാൻ പാടാണെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലായിടത്തും ഒരേപോലെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഉള്ളിടത്താണല്ലോ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു 50 പേര് പോകുന്നിടത്തും 3 പേര് പോകുന്നിടത്തും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ 50 പേര് പോകുന്നിടത്ത് 10 പേർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അവർ പറയുമ്പം അതൊരു വലിയ കാര്യമായി പോകും. അതാണ് സംഭവം. പക്ഷേ എല്ലായിടത്തും പാർട്ട് ടൈം ജോലി കിട്ടാൻ ഇച്ചിരി പാടുണ്ട്, സ്ട്രഗിളുണ്ട് ഈ സമയത്ത് ഉറപ്പായിട്ടും. കാനഡയിൽ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്തൊക്കെയാണ്? അതൊക്കെ വേണോ? ഇതിപ്പം ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ, പിന്നെ എൻജിനീയർ, പിന്നെ IT പ്രൊഫഷണൽസ്, പിന്നെ നഴ്സുമാർ. അപ്പം നഴ്സുമാരൊക്കെ ആയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതെ. അപ്പം ഇങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരാണ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ. റിയൽറ്റേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ റിയൽറ്റർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടണം. അത് കഴിഞ്ഞിട്ട് ലൈസൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ബൂമിങ് ഇൻഡസ്ട്രിയാണ്. എന്നും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന കുറച്ച് മെയിനായിട്ടുള്ള 5 കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ കാനഡ ആക്ച്വലി ലോകത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബിഗസ്റ്റ് കൺട്രി ആയതുകൊണ്ട് ഇത്രയും ഏരിയയിലേക്കുള്ള സപ്ലൈ ചെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ട്രക്കിംഗ് എന്ന് പറയുന്നതിന് സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നത് ട്രക്കിങ് ശരിക്കും സ്കോപ്പ് ഉണ്ടോ? ട്രക്കിംഗ് എന്ന് പറയുമ്പം എനിക്ക് ട്രക്ക് ഡ്രൈവേഴ്സിനെ പേഴ്സണലി അറിയാം. അപ്പം പണി നന്നായിട്ട് അറിയണം. നമ്മൾ എന്നാ പറയുന്നത്, പറയാൻ പറ്റത്തില്ല. ഇന്ത്യക്കാരുടെ കൂടെ നിന്നാൽ ഇച്ചിരി പാടാന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ട്രക്ക് ഡ്രൈവർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഇന്ത്യക്കാരുടെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയുടെ കാര്യത്തിലൊക്കെ ഇച്ചിരി സീനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു ചെറിയ കാര്യം വലുതാക്കി പറയുന്നൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കാനഡയിൽ എല്ലായിടത്തോട്ടും ട്രെയിൻ ചെല്ലത്തില്ല. എല്ലായിടത്തോട്ടും എല്ലാ കാര്യങ്ങളും ചെല്ലണമെങ്കിൽ അതിന് ട്രക്ക് തന്നെ വേണം. അപ്പം ട്രക്ക് എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയാവുന്ന കുറേ ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്. മലയാളി ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി വരെ ഉണ്ട് കാനഡയിൽ. അപ്പം ഇതൊക്കെ ഉണ്ട്. അത് നല്ല വെൽ പെയ്ഡ് ആയിട്ടുള്ള ബിസിനസ്സായിട്ട് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ. പിന്നെ വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡും മൈനിങ്ങുമാണ്. അത് എല്ലായിടത്തും ഇല്ല. മൈനിങ് സെക്ടേഴ്സുള്ള, ഞാനിപ്പം വരുന്ന ഒരു മൈനിങ് സെക്ടർ എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ്. അതായത് വളരെ പേര് കേട്ട മൈനിങ്ങിൻ്റെ സിറ്റിയാണ്. നിക്കൽ സിറ്റി എന്നാണ് സഡ്ബറീനെ വിളിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കലിൻ്റെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ്. അതുപോലെ മൈനിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം എൻജിനീയേഴ്സ് അങ്ങനെയുള്ള രീതിയിൽ മൈൻ റിലേറ്റഡ് അല്ലെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ സ്ഥലങ്ങളിൽ ചെന്ന് അതിൻ്റേതായ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ജോലികളും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പിള്ളേർ പോകുമ്പോൾ അവിടെ എത്തിയിട്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവണം, അങ്ങനെയൊക്കെ പല രീതിയിലേക്ക് തിങ്ക് ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ. ആഗ്രഹമാണ്. എന്താണ് ബ്രോയ്ക്ക് തോന്നുന്നത് ഇതിനകത്തൊരു റിയാലിറ്റി എന്താണ്? റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് നീന്താൻ അറിയാൻ മേലാതെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയാൽ ഞാൻ മുങ്ങിപ്പോവും. അപ്പം ഞാൻ അത്രേ ഉള്ളൂ. അപ്പം നമ്മളെ അതായത് ഇപ്പം 18 വയസ്സ് 19 വയസ്സിലൊക്കെ ഉള്ള പിള്ളേരായിരിക്കും മെയിൻലി. 25 വയസ്സുള്ള കുറച്ച് പേരൊക്കെ ഉള്ളൂ റിലേഷൻഷിപ്പ് ഇല്ലാത്തവർ. അപ്പം ഇത് ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ ഒന്ന് നോക്കിയിട്ടേ വീഴത്തുള്ളൂ, ചാടത്തുള്ളൂ. അപ്പം ഏത് വെള്ളം കണ്ടാലും പേടിക്കും. അപ്പം അതുകൊണ്ട് ഓരോ പ്രായത്തിൻ്റേതായ ഓരോ ഇതുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, ലൈഫല്ലേ. അപ്പം ഇതൊക്കെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇതൊക്കെ അനുഭവിച്ചും എക്സ്പീരിയൻസ് ചെയ്തിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം റിലേഷൻഷിപ്പൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണലായിട്ടുള്ള ഇതാണ്. പിന്നെ പൈസ ഇറക്കിയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണോ വേണ്ടത് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. അതെ. ഇപ്പോൾ പലപ്പോഴും പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാനഡ എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ ടു USA ആണ്. കാരണം കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള കൺട്രിയാണ് USA. പലരും കാനഡ നിന്നോണ്ട് USA വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് ശരിക്കും റിയാലിറ്റി ആണോ? ഐ മീൻ കാനഡയിൽ നിന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ എളുപ്പമാണോ? എന്താ തോന്നുന്നത്? അത് എനിക്ക് 30-40 വർഷം മുമ്പ് കാനഡയിൽ എത്തിയ മലയാളികളെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്.
കൊടി കുത്തിയ സമാജം ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികളുണ്ട്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്നതുകൊണ്ട് അതെ കറക്റ്റാണ്, പെട്ടെന്ന് PR കിട്ടും, പെട്ടെന്ന് സിറ്റിസൺ ആവും. പിന്നെ സിറ്റിസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം, ഇവൻച്വലി നമുക്ക് US മൂവ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നൂലാമാലകളുണ്ട്, വളരെ എളുപ്പമൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് കനേഡിയൻ സിറ്റിസൺ അല്ലെങ്കിൽ PR കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നാഗര ഫോൾസിൽ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ US സൂസൈമരിയിൽ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ US പോകാൻ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ ഇവിടെ താമസിച്ചിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് US പോകും, കാരണം അവിടെ ചീപ്പാണ്, ഇച്ചിരി കൂടെ എക്സ്പെൻസ് കുറവാണ്. അവിടെ വീട് വെച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാം, എൻ്റെ എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ 19ാമത്തെ എൻ്റെ നല്ല പ്രായത്തിൽ വന്ന് 25 വയസ്സായി താടിയും വെച്ച് മുടിയും പോയി കഴിഞ്ഞിട്ടാണ് എല്ലാം സെറ്റിലാവുന്നത്. അപ്പം ഇനിയും സെറ്റിലാവാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് USA എന്ന് പറയുന്നതിൻ്റെ പോലും ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി പാടാണ്, കാരണം ഇമിഗ്രേഷനൊക്കെ വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എളുപ്പമല്ല. അതെ. ഇപ്പോൾ കാനഡയിൽ ആക്ച്വലി ഇപ്പോൾ ഏതൊക്കെ പാർട്ട് ടൈം ജോലി കയറിയാലും നമുക്ക് കൂടുതൽ ഏർണിങ്സ് കിട്ടുക? കൂടുതൽ പാർട്ട് ടൈം ജോലിയിൽ ഏർണിങ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് സെക്ടറിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിനിമം വേജാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച ഫീൽഡിൽ കയറാൻ നോക്കുക, അതാകുമ്പോൾ ഇച്ചിരിയും കൂടെ പേ കൂടുതൽ കിട്ടും. പക്ഷേ അത് എളുപ്പമായിരിക്കത്തില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്ത +2 കഴിഞ്ഞ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും മിനിമം വേജ് ജോലി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇച്ചിരി ലക്ക് ഫാക്ടറും കൂടെ വേണം. പിന്നെ കുറച്ച് കൂടുതൽ പൈസ ആഗ്രഹിക്കുന്നല്ലോ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള സെയിൽസ് ജോലികൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഏകദേശം ഒരു 2 വർഷം ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ജോലികൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ കൂടുതൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആണ്. കാനഡ എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഥലമല്ല, റൂൾസ് വരെ ചേഞ്ചാണ്. ഒണ്ടാരിയോയിലെ ലൈസൻസ് പോലെ ആയിരിക്കത്തില്ല ആൽബർട്ടയിലെ, ഒണ്ടാരിയോയിലെ പോലെ ആയിരിക്കത്തില്ല ക്യൂബക്കിൽ, അങ്ങനെ പലയിടത്തും പല കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉള്ളവരോട് ചോദിക്കുക, മിണ്ടാതിരുന്നാൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അവരുമായിട്ട് ഇടപഴകുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഫാക്ടറി ജോബ്സ് ഉണ്ട്, പല രീതിയിലുള്ള ജോലികൾ ചെയ്യാം. പക്ഷേ പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ എടുക്കുന്ന ഫീൽഡും ആ ഒരു ഫീൽഡിലെ പേ സ്ട്രക്ചർ പോലെ ഇരിക്കും. കാനഡ ആക്ച്വലി എനിക്ക് ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത് തണുപ്പിന്റെ പേരിലാണ്. അപ്പോൾ ജാനമനിലാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ബേസിൽ ജോസഫ് ഇത്ര മഞ്ഞിന്റെ ഇടയിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ തണുപ്പ് ഭയങ്കര ഫേമസ് ആണ് കാനഡ. ബേസിൽ ജോസഫ്, അതെ, ബേസിൽ ജോസഫ് ആണല്ലോ അവിടെ എത്തിച്ചത്. അപ്പോൾ ഈ തണുപ്പ് ശരിക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണോ? എങ്ങനെ പിള്ളേർ അതിനെ ഫേസ് ചെയ്യണം? എനിക്കിപ്പോഴും ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കിപ്പോഴും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ ഇച്ചിരി പ്രശ്നമാവും. നമ്മളിപ്പം കാരണം ഞാൻ എപ്പോഴും ഗ്ലൗസ് ഇടത്തില്ല, വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്ലൗസ് ഇടാതെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ സമയത്ത് സ്കിൻ ഡ്രൈ ആവും. പിന്നെ ജാനമനിൽ പറയുന്ന ആ സെയിം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ ബസ്സിലിരുന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് ശോകം അടിച്ച് നമ്മൾ ഒരുപാട് ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് സാഹചര്യത്തിനൊത്ത് അതുമായിട്ട് നമ്മൾ ഇതായി പോകുന്ന ഒരു അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളവരെക്കാളും ഡിഫറെൻറ്റ്. അതായത് മൃഗങ്ങളെ പോലല്ല മനുഷ്യൻ. നമ്മൾ സാഹചര്യത്തിനൊത്ത് നമ്മുടെ ബോഡിയും എല്ലാം അഡ്ജസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കുറച്ച് സമയമൊക്കെ പിടിച്ചു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതാവും. ഞാൻ പേഴ്സണലി -45 -50 തണുപ്പിൽ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ വിൻ്റർ സഡ്ബറി എന്ന് പറയുന്നത് കാനഡയിലെ ഏറ്റവും ടോപ്പ് 10 സിറ്റീസിലെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ വന്ന ടോപ്പ് 10 സിറ്റീസിലൊരു സിറ്റിയിലാണ്. ഞാൻ വന്ന വർഷമോ സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു -55 വരെ പോയിട്ടുണ്ട് ഫീൽസ് ലൈക്ക്. അപ്പം ആ ഒരു തണുപ്പിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതാ പറയുന്നത്, മറ്റേ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി കാണും, അതിലൊരു മലയാളിയാണ് ഞാൻ. അങ്ങനെ ഉണ്ട്. അപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുറച്ച് സമയം എടുക്കും. വളരെ ഞാനൊരു വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊട്ടക്റ്റ് ചെയ്യണം, ലെയേഴ്സ് ചെയ്യണം, ഇത് കവർ ചെയ്യണം, ചെവി കവർ ചെയ്യണം, ഗ്ലൗസ് വേണം, തെർമൽസ് ഇടണം, നല്ല വിൻ്റർ ബൂട്ട് വേണം, ഇതൊക്കെ വേണം ഉള്ളിടത്ത്. അതായത് നല്ല വിൻ്റർ വരുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം ഇല്ലാതെ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് അത് ഭയങ്കര ബാഡാവും, ഫ്രോസ്റ്റ് ബൈറ്റ് വരും, അങ്ങനെ കുറേ ഇഷ്യൂസ് വരും. അതെ, ആക്ച്വലി കാനഡയിലൊക്കെ പിള്ളേർ പോകുമ്പോൾ എപ്പോഴും കാണുന്നതാണ് കുറേ പൈസയ്ക്ക് ഷോപ്പ് ചെയ്യും. ഡെക്കാത്തോളം തന്നെ 20,000 രൂപ, പിന്നെ ഷീമാട്ടി എവിടെയെങ്കിലൊക്കെ പോയി കുറേ ഡ്രസ്സ് വീട്ടിടാനും എല്ലാം മേടിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ആവശ്യമുണ്ടോ? എന്തൊക്കെ ശരിക്കും ഷോപ്പ് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ഞാൻ ഷോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ വിയേഴ്സ് നല്ലത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മേടിക്കുക. പിന്നെ കുറച്ച് സോക്സ് മേടിക്കുക. പിന്നെ വിൻ്റർ സംഭവങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് സമയമാകുമ്പോൾ മേടിക്കുക. ഇപ്പം നിങ്ങൾ ജാനുവരി ഇൻടേക്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് മേടിച്ചുകൊണ്ട് പോകുക. കാരണം വിൻ്ററിലാണ് നിങ്ങൾ ചെല്ലുന്നത്. നവംബറിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി നല്ല പ്രൈസിൽ കിട്ടും. ഇനിയിപ്പം ഓഫ് സീസണിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ മേടിച്ച് വെക്കാം.
അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല ഇവിടുന്ന് എന്ന് വെച്ച് ഇവിടുത്തെ കച്ചവടം പോയിട്ട് ചെയ്താൽ അവരെന്നോട് സീനാകും. അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നല്ല വിൻ്റർ ബൂട്ടും നല്ല ക്വാളിറ്റിയുള്ള ജാക്കറ്റും ഒക്കെ വേണമെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ മേടിക്കണം. അല്ല ഇനിയിപ്പം കേരളത്തിലുള്ള പിള്ളേർക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി. അവിടെ കിട്ടുന്ന സെയിം ക്വാളിറ്റിയിലുള്ള സാധനം ഇവിടെ ഇറക്കുവാണെങ്കിൽ അതൊരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ആക്ച്വലി ഇപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് പുറത്തു പോയിട്ട് ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഒരു കാനഡയിൽ വന്നിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണ് ഒരു ടിപ്സ് കൊടുക്കാൻ പറ്റുക? എനിക്ക് അങ്ങനെ ടിപ്സ് കൊടുക്കാൻ അറിയത്തില്ല, കാരണം ഞാനൊരു ബിസിനസ് ഓണറല്ല ഇതുവരെ. ഹോപ്പ്ഫുള്ളി വൺ ഡേ ആയേക്കാം. അപ്പം ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ പൈസയ്ക്ക് പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടൊന്നും മുന്നോട്ട് പോകത്തില്ല. മണി മോട്ടിവേറ്റഡ് ആയിരിക്കണം, പക്ഷേ മണി ഉണ്ടാക്കാനല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യരുത്. നിൻ്റെ പാഷനെ ഫോളോ ചെയ്യുക. പാഷൻ ഒരു ദിവസം, അതെന്നാന്ന് ദൈവം തമ്പുരാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുവരെ വർക്ക് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളൊരു ചെറിയ അഡ്വൈസ്. അതെ. എബ്രോഡ് പോകുന്ന സ്റ്റുഡൻസ് ലൈക്ക് ഒരു അക്കോമഡേഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തുക അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. നമ്മളിപ്പം അതൊരു വലിയ സംഭവമാണ്, അങ്ങനത്തെ സ്കാമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം കാനഡയിലുള്ളവരെ കൊണ്ടുപോയിട്ട് ഒന്ന് ബുദ്ധിമുട്ടായാൽ പോലും അതൊന്ന് കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പൈസ കൊടുക്കുക. പിന്നെ ലീഡിങ് ആയിട്ടുള്ള റെൻ്റൽ ഏജൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അവരുടെ റൂൾസും റെഗുലേഷൻസും എല്ലാം വായിച്ച് നോക്കുക. അതെല്ലാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം. പിന്നെ അവർ വെബ്സൈറ്റിൽ ഇട്ടേക്കുന്ന ഫോട്ടോയും അവർ ആക്ച്വലി കാണിച്ചു തരുന്ന വീടും തമ്മിൽ ഉറപ്പാണോ എന്നൊക്കെ വരുത്തിയിട്ട് മാത്രം പൈസ കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മന്ത് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ലോക്കാക്കാൻ നോക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ നോക്കുക. കാരണം അവിടെ ഒരു ടെനൻറ്റിന് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. ടെനൻസിന് അവരെ, പക്ഷേ പിള്ളേർ പേടിച്ചിട്ടൊന്നും ചെയ്യാറില്ല, പറയാറില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ റൈറ്റ്സ് ഉണ്ട്. ടെനൻസിൻ്റെ ആക്റ്റും കാര്യങ്ങളും റൈറ്റ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റലിൻ്റെ നിങ്ങൾ കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ടോ നോക്കുക. റെൻ്റൽ ഇപ്പം ഷെയർഡാണെങ്കിൽ എത്ര പേരാണ് ഒരു മുറിയിലും നോക്കുക. കാരണം പല ഇഷ്യൂസും പിള്ളേർ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വീടെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കുറച്ച് കടമകളും കൂടെ ഉണ്ട്. അത് വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ചുമ്മാ തോന്നുന്ന പോലെയല്ല, വീട്ടിലെ പോലെയല്ല, ഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെക്കാനും അതെല്ലാമൊക്കെ ഒന്ന് അങ്ങനെ കാര്യങ്ങളും കൂടെ നോക്കുക. ഇതാണ് മെയിൻലി അക്കോമഡേഷൻ നോക്കുമ്പോൾ പിള്ളേരോട് പറയാനുള്ളത്. ഇപ്പോൾ മോട്ടി ബ്രോ ആക്ച്വലി 12th കഴിഞ്ഞിട്ട് പോയ ഒരാളാണ്. സോ വുഡ് യു റെക്കമെൻഡ് അതേഴ്സ്? ഇപ്പോൾ 12th കഴിഞ്ഞ് പിള്ളേർ ഇരിക്കുന്ന ടൈമാണ്. 12th കഴിഞ്ഞിരിക്കും കാനഡ അല്ലെങ്കിൽ അബ്രോഡ് പോകുന്ന ഒരു റൈറ്റ് തിങ് ആണോ? ഇത് കേരളം നിന്ന് കത്തും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ +2 പിള്ളേർ പോയാൽ നമുക്കാണെങ്കിൽ ഏറ്റവും എൻക്വയറീസ് വരുന്നത് +1 +2 പിള്ളേരൊക്കെയാണ്. അപ്പോൾ അവരാണെങ്കിൽ എന്താണ് ശരിക്കും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ +1 +2 കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പിള്ളേർക്ക് ശരിയാണ് കാനഡ ഒരു ട്രെൻഡിൽ ഒരു വലിയ ട്രെൻഡ് സെറ്ററായി മാറിയിരുന്ന ഒരു സമയമുണ്ട്. ഞാനൊക്കെ അതിൻ്റെ ഒരു വലിയ ഇതായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു സമയം കറക്റ്റ് സമയം ആയിരുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകുന്നുണ്ട് അങ്ങനെ. അപ്പം രക്ഷപ്പെട്ട് വരുന്നു. അപ്പം പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന പിള്ളേരുണ്ട്. പുതിയതായിട്ട് വരുന്ന +1 +2 പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ചില്ല് വൈബ്സാണ്. നമ്മളെപ്പോലല്ല, നമ്മളൊക്കെ ഓൾഡ് ടൈമല്ലേ, അവരൊക്കെ പുതിയ പിള്ളേരല്ല, ഇനിയിപ്പോൾ അവരുടെ കാലമല്ലേ. പക്ഷേ അവർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ PR പെർമനൻറ്റ് റെസിഡൻസി ഇതൊക്കെയാണല്ലോ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് പോയിൻറ്റ്സ് മീറ്റ് ചെയ്യാനും പോയിൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക. എന്നിട്ട് അതൊക്കെ ആപ്റ്റായിട്ട് നടപടിയാവുമെന്ന് നോക്കുക. മാക്സിമം കോളേജും യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പോയി പഠിക്കുക. ഇച്ചിരി കൂടുതൽ പൈസ മുടക്കിയാലും നിങ്ങൾക്ക് PR സെക്യൂർ ആവുമെന്ന് നോക്കുക. കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാനഡയിലോട്ട് വരുന്നതിൻ്റെ ഒറ്റ റീസൺ പെർമനൻറ്റ് റെസിഡൻസിയാണ്. അല്ലെന്നുള്ളവർ എന്നെ കല്ലെറിഞ്ഞോട്ടെ. പക്ഷേ അങ്ങനെ അല്ലാത്തവരുണ്ട്, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻസിക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് പോയിൻ്റ് മീറ്റ് ആക്കുമോ, ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ വെച്ചിട്ട് നടപടിയാകുമോ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഒരു 4 വർഷം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും PR കിട്ടാതെ. ആക്ച്വലി ഇപ്പം നാട്ടിലെ ഏജൻസികൾക്ക് ടൈപ്പ് കൂടുതലുള്ളതുകൊണ്ടും അഡ്മിഷൻ കിട്ടാൻ എളുപ്പമുള്ളതുകൊണ്ടും നമ്മുടെ കാനഡയിലെ കോളേജുകളാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇഷ്ടംപോലെ അടിപൊളി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ശരിക്കും പിള്ളേർ ഈ യൂണിവേഴ്സിറ്റീസ് എങ്ങനെ ചൂസ് ചെയ്യേണ്ടത്? അതാണോ ചൂസ് ചെയ്യേണ്ടത്? കോളേജ് എടുക്കുന്ന പ്രശ്നമുണ്ടോ? കോളേജ് എടുക്കുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പോയിന്റ് മീറ്റ് ആവുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സ് എടുത്താൽ മതി. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വില കൊടുക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഒരു കോളേജിനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടുതലും എഡ്യൂക്കേഷന് വാല്യൂ കൂടുതലും പോയിൻറ്റ്സ് കൂടുതലും വരുന്ന ഒരു യൂണിവേഴ്സിറ്റിക്കായിരിക്കും. കാരണം യൂണിവേഴ്സിറ്റി പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഡിഗ്രി ആയിരിക്കും. ചില കോളേജസിലും ഡിഗ്രിയും കാര്യങ്ങളും എല്ലാം കിട്ടും. പക്ഷേ ഒരു ഇച്ചിരിയും കൂടെ ബെറ്റർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇച്ചിരിയും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ചില ആൾക്കാർ അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ വ്യത്യാസമൊന്നുമില്ല കോളേജിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും ഫീസ് തമ്മിൽ. ഒരുപാട് വ്യത്യാസമില്ലാത്തൊരു സിറ്റുവേഷനാണിപ്പം. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പിള്ളേരെ നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ തീരുമാനമാണ്
എവിടെ പോയി പഠിക്കണമെന്ന് ഏജൻസിക്കാർ പലതും പറയും. പക്ഷേ എനിക്ക് ആഡ് ഓൺ ചെയ്യുന്ന വലിയൊരു കാര്യം, ഇപ്പം മലയാള 360 ആണെങ്കിലും ബീങ് അബ്രോഡ് ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഏജൻസീസ് അല്ല. നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ലൈക്ക് വി ആർ കണക്ടിങ് യു ടു ദ റൈറ്റ് പേഴ്സൺ. അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് ഏജൻസി തുടങ്ങിക്കൂടെ? അപ്പോൾ ഞാൻ ആക്ച്വലി മോട്ടിവോട് വെച്ചു, നിങ്ങൾ എന്താ ഏജൻസി തുടങ്ങാത്തത്? ഇപ്പോൾ തിരിച്ചു വെച്ചു, നിങ്ങളെന്താ തുടങ്ങാത്തത്? ഇതിന്റെ സോൾ റീസൺ എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു ഏജൻസി ആയി കഴിയുമ്പോൾ നമുക്ക് അത്രയും സ്റ്റാഫ് ഉണ്ട്, നമുക്ക് ടൈപ്സ് ഉണ്ട്, ടൈപ്സിന് അതിൻ്റേതായിട്ടുള്ള എഗ്രിമെന്റ്സ് ഉണ്ട്. സോ വി ഹാവ് ടു സെൻഡ് അത്രയും നമ്മുടെ വരുന്ന എൻക്വയറീസിന് ടു ദാറ്റ് പോയിന്റ്. ബട്ട് നമ്മളൊരു ഏജൻസി അല്ലാണ്ട് നിൽക്കുമ്പോൾ നിങ്ങളോട് ഇതുപോലെ തുറന്ന് സംസാരിക്കാൻ പറ്റും. അതാണ് എനിക്ക് അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ, കാരണം നമുക്കറിയാം അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ ഒരു കള്ളം പോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ റിയാലിറ്റി മാത്രമേ പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളുടെ ഈ സീരീസിനകത്ത് ഇത് കണ്ടു കഴിയുമ്പോൾ പലരും പറയുമോ മാര് നമ്മുടെ പണി കൂട്ടിക്കുമോ. ചിലപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം, ചിലപ്പോൾ പിള്ളേർ ഇങ്ങോട്ട് പറയും, ഓ ഇവർക്ക് ഞാൻ പോയി രക്ഷപ്പെടുന്നതുകൊണ്ട് എന്തോ പ്രശ്നമുള്ള പോലെ. അത് നമ്മൾ പലരോടും തുറന്ന് ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ അവർ പറയും ഇയാൾക്ക് എന്തോ അസൂയുണ്ടെന്ന്. എനിക്ക് അങ്ങനെ മെസ്സേജസ് വന്നിട്ടുണ്ട്, കമന്റ് ഒരുപാട് വന്ന ഒരു സമയമുണ്ട്. അപ്പം എനിക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് കണ്ട റിയാലിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അത് 8 മാസം കഴിയുമ്പോൾ ആ റിയാലിറ്റി ചിലപ്പോൾ മാറിയേക്കാം. കാരണം അതുപോലെ പിള്ളേർ കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ റീസെന്റ് ഒരു വീഡിയോ ഒക്കെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരാളുടെ കഥ കേട്ടിട്ടായിരിക്കും ഇത് പോകുന്നത്. അതുപോലെ 5-6 വർഷം കഴിഞ്ഞവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. കഴിഞ്ഞ വർഷം പോയ ആള് അതേ കണ്ടിട്ടുള്ളൂ. 6.5 വർഷമായിട്ട് കാണുന്നുണ്ട്. ഞാൻ 6.5 വർഷത്തിൽ 3 വർഷം കോളേജിൽ പഠിച്ചു. ഓരോ 4 വർഷം കൂടുമ്പോൾ പുതിയ പുതിയ ഇൻടേക്കുകൾ കണ്ടു. 3 വർഷം അപ്പോൾ ഏകദേശം ഒരു വർഷം തന്നെ 3 ഇൻടേക്ക് വെച്ച് 9 ഇൻടേക്ക് കണ്ടു. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ ഈ വർഷം കൊണ്ട് ഏകദേശം 4 ഇൻടേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 6-7 ഇൻടേക്ക് കണ്ടു. അപ്പം പലരുടെയും എക്സ്പീരിയൻസും പലരും എന്നെ പേഴ്സണലി എൻ്റെ ഫോൺ നമ്പർ ഓൾമോസ്റ്റ് എല്ലാവരും എന്നെ ഡയറക്റ്റ് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാൻ വിളിച്ചാൽ ആൻസർ ചെയ്യാറുമുണ്ട്. അപ്പം ഇത്രയും കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ തുറന്നു വെച്ചതല്ല. അപ്പം അതുകൊണ്ട് നമുക്കറിയാം. അപ്പം എല്ലാവരും നോക്കുന്നത് എൻ്റെ ചേട്ടൻ അവിടെ ചെന്നു ഇത് ചെയ്തു, കൊള്ളാം, ചേട്ടന് കൊള്ളാം, ചേട്ടൻ ലക്കി ആയതുകൊണ്ട് അത് നടന്നു, ചേട്ടൻ്റെ സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പം ഇതൊന്ന് മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പിള്ളേർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ പേരൻസിനെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ അതിനകത്തൊക്കെ എന്താ റിയാലിറ്റി, എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ പേരൻസിനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെ സമയത്ത്, ഞാനൊരു ഇമിഗ്രേഷൻ ലോയറൊന്നും അല്ല കേട്ടോ, ഇതെൻ്റെ ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് വിസിറ്റർ വിസയിൽ കൊണ്ടുവരാം. അപ്പം വിസിറ്റർ വിസ ഏറ്റവും ബെസ്റ്റ് സമയം ഇപ്പം നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻ്റ് ഒക്കെ ആണെങ്കിൽ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യത്തിന് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെ സമയത്ത് കൊണ്ടുവരാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ വിസയാണ്. സൂപ്പർ വിസ എന്ന് പറയുമ്പോൾ ഒരേ അറ്റ് എ ടൈം 2 വർഷം വരെ. വിസിറ്റർ വിസയാണ് 6 മന്ത്സേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ 2 രീതിക്കാണ് ആൾക്കാർ നോർമലി കാനഡയിലോട്ട് പാരൻസിനെ കൊണ്ടുവരുന്നത്. പിന്നെ റിലേറ്റീവ്സിനെയും ഒക്കെ കൊണ്ടുവരാൻ പറ്റും നമുക്ക്. വിസിറ്റർ വിസയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് PR ആണ്. ഡയറക്റ്റ് PR പാരൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കര പാടാണ്. അത് എപ്പോഴും ഓപ്പൺ ആവത്തില്ല. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു പൂളിലിടും. എക്സ്പ്രസ് എൻട്രി വർഷങ്ങളെടുക്കുമെങ്കിൽ ഇത് അതിൽ കൂടുതൽ വർഷങ്ങളെടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പാരൻസിനെ കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്കറിയാവുന്ന പലരും പാരൻസിനെ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇപ്പം എൻ്റെ സീനിയേഴ്സൊക്കെ പോയി അവർ കല്യാണം കഴിച്ച് പിള്ളേരായി കഴിയുമ്പോൾ അപ്പനും അമ്മേനും കൊണ്ടുവരണം പിള്ളേരെ നോക്കാൻ. അപ്പോൾ അവരെല്ലാവരും വിസിറ്റർ വിസയിൽ കൊണ്ടുവരും. 6 മന്ത്സ് വൈഫിൻ്റെ സൈഡിൽ നിന്നും 6 മന്ത്സ് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നും പാരൻസ് വന്ന് മാറി നിൽക്കാറൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അതൊക്കെ നടത്തിയെടുക്കാവുന്ന കാര്യമാണ്. അതെ, ഈ കാനഡയിൽ സ്പൗസസിൽ പോകുന്നപ്പോൾ ഒരു നല്ലൊരു ഓപ്ഷനാണോ? സ്പൗസസിൽ പോകുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു. ഇപ്പം ഇച്ചിരി ടാസ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറേ പേർക്ക് മാത്രമാണ്. അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോളുക. പക്ഷെ ഒരുപാട് പേർക്ക് അത് ഗുണമായി. ഒരുപാട് സ്പൗസുകൾക്ക് വരാനും അവർക്ക് ജോലി ചെയ്യാനും അവരുടെ ഫാമിലിനെ ആ സമയത്ത് തന്നെ സെക്യൂർ ആക്കാനും ഫീസ് അടയ്ക്കാനും ഒക്കെ പറ്റി. അറ്റ് ദ സെയിം ടൈം 2 സൈഡും പറയണമല്ലോ, കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവരുടെ ഓപ്പർച്യൂണിറ്റി പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യമാണോ എന്നൊക്കെ നമുക്കൊന്നും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും വന്നിട്ടുണ്ട്. പക്ഷേ സ്പൗസസിനെ കൊണ്ടുവരുന്ന വളരെ ബെനിഫിഷ്യലാണ്. സ്പൗസസിനെ കൊണ്ടുവന്നവരുണ്ട്. അവർ കാരണം അവർ ഇച്ചിരി ലൈഫ് പെട്ടെന്ന് സെക്യൂർ ആയവരുണ്ട്. സ്പൗസ് നല്ലൊരു ജോലിയിലോട്ട് കയറിയവരുണ്ട്. അങ്ങനെ അതൊരു നല്ല കാര്യം തന്നെയാണ്. അതെ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് കാനഡ ആയിക്കോട്ടെ ഏത് രാജ്യത്താണെങ്കിലും ചെല്ലുമ്പോൾ ഒരു ലോൺലിനെസ് വരുന്നുണ്ട്, ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ പല കുട്ടികൾക്കും വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ US ആരെല്ലാം ഉണ്ടെങ്കിൽ തന്നെ വാട്ട് ഷുഡ് ദേ ഡു? നമ്മൾ ഡിപ്രഷൻ ഇസ് എ തിങ്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് കേരളത്തിൽ ആരും അങ്ങനെ സംസാരിക്കാറില്ല. ഇപ്പം അത്യാവശ്യമായി വരുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആണായ നീ കരയരുത്
എന്നുള്ളൊരു ഇതാണ്. അത് ഞാൻ ആരെയും ഞാൻ വേറൊരു മറ്റേ ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് പറയുന്നതല്ല, ബട്ട് ഇങ്ങനൊരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കണ്ടേക്കുന്ന വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവിടെ മനുഷ്യൻ്റെ ഫീലിങ്സിനും മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്തിനും കൂടുതൽ വില കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. ഫ്രീ ആയിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ അല്ലെങ്കിൽ തെറപ്പി വേണമെങ്കിൽ, ചിലതൊക്കെ പെയ്ഡ് ആയിരിക്കാം, അൺപെയ്ഡ് ഉണ്ട്. സ്റ്റുഡൻസിനൊക്കെ അവരുടെ കോളേജുകളിലൊക്കെ ഇങ്ങനത്തെ സർവീസസ് ഉണ്ട്. അപ്പം ഞാനിതൊക്കെ അറിഞ്ഞിട്ട് പോലും ഇല്ല, കാരണം നമ്മൾ ആ വഴിക്കേ പോകുന്നില്ലല്ലോ. അപ്പം നമ്മളെല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യും. എന്ത് പ്രശ്നം വന്നാലും മല പോലെ പിടിച്ച് നിൽക്കണം, അങ്ങനെ കരയരുത്, അങ്ങനത്തെ സെറ്റപ്പായിരുന്നു. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷേ ഡിപ്രഷൻ ഇസ് എ തിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ബ്രോയ്ക്ക് അറിയാം, വെയിൽ നമ്മൾ എന്നും കൊള്ളുന്നതാണ്. അവിടെ 6 മാസം നമ്മൾ വെയിൽ കൊള്ളുന്നില്ല, സൂര്യനില്ലാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ട്, എല്ലായിടത്തും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പം പുറം ലോകം കാണാതെ, അതായത് ഇപ്പോൾ നമ്മൾ ജോലിക്ക് രാവിലെ 9 മണിക്ക് പോവുകയാണെങ്കിൽ രാത്രി തിരിച്ചു വരുന്നതിന് ഇപ്പോൾ ഇരുട്ടും. അപ്പോൾ നമ്മൾ വെട്ടവും കാണുന്നില്ല, മിണ്ടാൻ ആളില്ലാതെ വരുമ്പോൾ ലോൺലിനെസ് വരും, ഡിപ്രഷൻ വരും, ഉറപ്പായിട്ടും ആങ്സൈറ്റി, ഇതൊക്കെ വന്നിട്ടുള്ളൊരു വ്യക്തിയും കൂടെയാണ്. എനിക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ. അപ്പം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ഇവിടെ ഇല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അതിനുള്ള മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള സോഷ്യൽ വർക്കേഴ്സും ഒരുപാട് ആൾക്കാരുണ്ട്, സജീവമായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പ് ചോദിക്കുക. പിന്നെ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് അബദ്ധമൊന്നും ചെയ്തേക്കരുത്. എല്ലാത്തിനും ആൾക്കാരുണ്ട്, എന്ത് പ്രശ്നത്തിനും പരിഹാരം സംസാരിക്കുക. നിങ്ങൾക്ക് സംസാരിക്കാൻ എന്നും പല അവന്യൂസ് ഉണ്ട്. ഇതുപോലെ അതെ, എന്നെ വിളിച്ചാൽ മതി. അല്ല, എന്നെ കിട്ടിയില്ല ആരെങ്കിലും വിളിച്ചാൽ മതി. ബീയിങ് അബ്രോഡിനാണെങ്കിലും ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പം എന്നെക്കാളും കൂടുതൽ ടൈം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ബ്രോ അതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങൾ ഇത്രയും നാളായിട്ട് ഇത്രയും പേർക്ക് അഡ്വൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അത് ഞാൻ റിയലി അപ്രീഷിയേറ്റ്. കാരണം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇത് ചെറിയൊരു ജോലി ആയിരിക്കാം, പക്ഷേ ഇതുപോലൊരു ജോലി ചെയ്യുന്ന എളുപ്പമല്ല. പുറത്താണ് നിങ്ങൾ പറഞ്ഞിട്ടില്ല, ആക്ച്വലി നമുക്ക് നൈറ്റ് ഷിഫ്റ്റിൽ വരെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ ഫ്രം കാനഡ ഇറ്റ്സെൽഫ്. കാരണം നമ്മൾ അങ്ങനെ ആൾക്കാരെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, കാരണം എബ്രോഡ് ഉള്ളവർക്ക് അവരുടെ എക്സ്പീരിയൻസ് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത് DMs എന്ന് പറയുന്നത് അറിഞ്ഞാലും ഇഷ്ടം പോലെ പേരാ ചോദിക്കുന്നത്. കാരണം അവർക്ക് നമ്മൾക്ക് കുറേ പേരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരാളായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു റെസ്പെക്ട് എപ്പോഴും നോക്കിയിട്ടാണ് അവർക്ക് ഓരോ കേസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും ഇതുപോലുള്ള അവന്യൂസ് നിങ്ങൾ സംസാരിക്കുക. ഞങ്ങൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. കാനഡയിൽ ഏറ്റവും കൂടുതൽ ഒരു വെറൈറ്റി ഉള്ള സംബന്ധിച്ച് തണുപ്പുകാലം വരും, ചൂടുകാലം, സമ്മർ സ്പ്രിംഗ് ടൈം വരും അല്ലേ. ഇത് വരുമ്പോൾ 2 ടൈമിലും 2 പേരുടെയും ഇത് വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു ഡിഫറെൻറ്റ് ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈലാണ്. ഡ്രസ്സിലാണെങ്കിലും എല്ലാ കാര്യത്തിനകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമയത്ത് പിള്ളേർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി സമ്മറിൽ ഡിയോഡറൻറ്റ്, വിൻ്ററിലും ഡിയോഡറൻറ്റ് യൂസ് ചെയ്യുക. ഡിയോഡറൻറ്റ് അലർജി ഉള്ളവരാണ് അലർജിയുള്ള രീതിയിലുള്ള ഡിയോഡറൻസ് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് അല്ലെങ്കിൽ മണം എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ബോഡിയിലുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. അത് ശ്രദ്ധിക്കാതെ പോകരുത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പത്തുള്ള ഡ്രസ്സിങ് ആയിരിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിലിടുന്ന ഡ്രസ്സായിരിക്കും സമ്മറിലിടുന്നത്, അത് വിൻ്ററിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് എടുത്തുള്ളൂ. അത് 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പം ആ സമയത്ത് ഇടേണ്ട രീതിയിലുള്ള ഡ്രസ്സിങ്, തെർമൽസ്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക. അത് എപ്പോഴും അങ്ങനെയാണ്, ശ്രദ്ധിക്കണം. കാരണം ഞാൻ എൻ്റെ ജെനറ്റിക്സ് ഇച്ചിരി കൂടിയതാണെന്ന് പറഞ്ഞിട്ട് ഇടാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ട്. കാരണം നമ്മൾ എല്ലാവരും ചോറും കറിയും ഒക്കെ വെക്കും, എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ അഡാപ്റ്റ് ആവുക. കാരണം നമ്മൾ അവിടുത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അഡാപ്റ്റ് ആയില്ലെങ്കിലും കുറച്ചൊക്കെ അവർ കഴിക്കുന്ന ഫുഡ് ആ കാലാവസ്ഥയ്ക്കും കൂടെ ഗുണം ചെയ്യുന്ന ഫുഡുകളാണ്. അപ്പം ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒരുപാട് നോക്കാറില്ല. അതും കാലറി കൗണ്ടും എല്ലാ കാര്യങ്ങളും ഇച്ചിരി ഇപ്പോൾ ആയി വരുന്നു, എങ്കിലും ഇപ്പോഴും ശ്രദ്ധിക്കാത്തവരുണ്ട്. അതൊക്കെ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പലരും മിസ്സായി പോകുന്നൊരു കാര്യമാണ്. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പം സ്ട്രെസ്സ് കാണും, വീട്ടിലെ സ്ട്രെസ്സ് കാണും, പിന്നെ കല്യാണം കഴിക്കാനുള്ള സ്ട്രെസ്സ് ഉള്ള പലരും ഉണ്ട്. പ്രായം 25, നമ്മൾ 90s കിഡ്സാണ്. ഇപ്പം ഇതാണ് മെയിനായിട്ട് കാണുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്യാനും എല്ലാം. അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയ്ക്കൊത്ത രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അത്യാവശ്യം സെറ്റായിട്ട് ജീവിക്കാം. കാനഡ അല്ലെങ്കിൽ ഏത് അബ്രോഡ് രാജ്യത്ത് പോകുമ്പോഴും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ? ഫ്രണ്ട്സിനെ
എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഓക്കെ, പക്ഷെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെയാണല്ലോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കുറേ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവരൊക്കെ ആൾക്കാരെ ഞാൻ സംസാരിക്കും, വിളിക്കും. കാനഡയിൽ എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് കൂട്ടുകാരുണ്ട്, എനിക്ക് ഉപദേശം തരാൻ ആൾക്കാരുണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മറ്റേ പണ്ട് ചെറുപ്പത്തിൽ മോട്ടിവേഷനൊക്കെ ബുക്കൊക്കെ വായിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് എങ്ങനെയാണോ കുറച്ചൊക്കെ അവരുടെ ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ വരും. ഇപ്പം എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ശീലം, അതിപ്പം നല്ല ശീലമാണേലും ദുശീലമാണേലും അത് കുറച്ചെങ്കിലുമൊക്കെ നമ്മളിൽ ഇൻഫ്ലുവൻസ് ആയേക്കാം. അല്ലെങ്കിൽ ആൽഫ മെയിൽ എന്നൊക്കെ പറഞ്ഞ് മറ്റേ സിഗ്മ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരായിരിക്കണം. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പം അതൊന്ന് നോക്കുക. എന്ന് വെച്ച് നിൻ്റെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അവനെ ഒഴിവാക്കാം, അങ്ങനെയല്ല. അത് നിങ്ങൾ എവിടെ നോ പറയേണ്ടടുത്ത് നോ പറയണം, അത് പഠിക്കണം. നോ പറയാൻ പഠിച്ചാൽ മാത്രം മതി. ഒരാളെയും നിങ്ങൾ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലതെന്തെന്നും ശരിയെന്തെന്നും, കാരണം നമ്മളീ പോകുന്ന പിള്ളേരെല്ലാവരും 18-20 ഇയേഴ്സിന് മേളിലുള്ളവരല്ലേ. അപ്പം നല്ലതും ചീത്ത ഏതാണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടത്തിൽ നിർത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് ഇടപഴകുക. അതൊക്കെ നിങ്ങളെ ഉപകാരം ചെയ്യും. അതെ, മോട്ടി ബ്രോ, താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ടു ദ ബീയിങ് അബ്രോഡ് ഷോ. ഉറപ്പായിട്ടും വളരെ സന്തോഷം. ഇത്രയും തുറന്ന് സംസാരിക്കുന്ന ഒരു ഗസ്റ്റ് ആദ്യമായിട്ടാണ് നമ്മുടെ ഷോയിൽ വരുന്നത്. കാരണം എല്ലാവരും പല കാര്യങ്ങളും പറയണമെങ്കിൽ ഞാനിത് പറയണമാണ്, എൻ്റെ അവസ്ഥ അവരെന്തറിയും, അങ്ങനെ പലരും പല രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഇത്ര ഓപ്പൺ ആയിട്ട് നമ്മുടെ ഓഡിയൻസിന് ഇത്രയും ഒരു ക്ലാരിറ്റി, കാരണം അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും വരും. കാരണം നിങ്ങളുടെ ലൈഫ് ഈസി ആക്കാൻ നിങ്ങൾക്ക് ഇത്രയും ഒരു ഇൻഫർമേഷൻ ഉള്ളപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടുത്തെ ഒരു ലൈഫ് നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൻ്റെ ഇതിനായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ ഇനിഷ്യേറ്റീവ്സിന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, മോട്ടിബ്രോയുടെ പേജ് ചെക്കൗട്ട് ചെയ്യാൻ, ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങളോടും സംസാരിക്കണമെന്ന് ആഗ്രഹമല്ലേ, ഞങ്ങൾ ഇനി അടുത്ത വട്ടം വരുമ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇതിൽ അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. അലനൊക്കെ കാനഡയിൽ ഇങ്ങനെ മറ്റേ ഫ്ലൈറ്റിൽ വന്ന് ഇറക്കുമ്പോൾ 1-2 ഫ്ലൈറ്റ് അങ്ങനെയൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് അപ്പൊ അന്ന് വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഡെഫിനറ്റ്ലി എന്തായാലും കമന്റ് ചെയ്യുക. അത് ഞങ്ങൾ എന്തായാലും അതിന്റെ കോണ്ടന്റ്സ് എനിക്ക് ഒരുമിച്ചല്ലെങ്കിൽ പോലും ഇൻഡിവിജ്വലി ഇനിയിപ്പം പോഡ്കാസ്റ്റുകളൊക്കെ നമുക്ക് അവിടെ ഇരുന്നും ചെയ്യാൻ ഒരു സംഭവമുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും കാണാം അല്ലെ, ഹോപ്പ്ഫുള്ളി. അപ്പം എനിക്ക് വളരെ സന്തോഷം. അതായത് ഇത് അലനൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനൊരു സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയൊക്കെ ആക്കിയതിൽ ഒരുപാട് സന്തോഷം. അത് കാണാൻ പറ്റിയതിലും അതിൽ ചെറിയ ഭാഗമാകാൻ പറ്റിയതിലൊക്കെ. അതെ, നമ്മൾ ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ആൻഡ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കം തൊട്ട് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പ്സ് ആണ്. അതുപോലെ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് ഞങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ പറയുക, നമ്മളിപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഓൾവേസ് ഓപ്പൺ ടു മറ്റേ ആൾക്കാരുടെ ക്രിറ്റിസിസം. അത് കിട്ടിയാലേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അപ്പം ഗൈസ് ഇതാണ് ഷോ. സോ അതെ, ബീയിങ് അബ്രോഡ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. So see you all. Bye.